നന്ദി ധനേഷ് ഡോക്ടർ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1894 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയെ എത്തിയിരിക്കുന്നത് ഡോക്ടർ മഷൂദ്, BHMS DAQ, റിട്ടയർഡ് മെഡിക്കൽ ഓഫീസർ, ആയുഷ് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ്, കേരള. 30 വർഷത്തിലധികം ചികിത്സാ അനുഭവങ്ങൾ. അൺവെയിൽഡ് മൈക്രോ സീക്രറ്റ്സ് ഓഫ് ഹോമിയോ ആൻഡ് ഹെർബൽസ്, മനുഷ്യ ശരീരത്തിലെ മൂലകങ്ങൾ എന്നീ 2 പുസ്തകങ്ങളുടെ രചയിതാവ്. ഷൂസ്ലറുടെ ടിഷ്യൂ ലവണങ്ങളുടെ ചില ശരീരശാസ്ത്ര രാസിക പ്രവർത്തനങ്ങൾ 2ാം ഭാഗമാണ് ഇന്ന് ഡോക്ടർ ക്ലാസ് എടുക്കുന്നത്. ഈ ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ മഷൂദിനെ ആദരപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. ഹലോ, IFPHന്റെ ഈ ഭാരതത്തിൽ സന്നിഹിതരായിരിക്കുന്ന കേൾക്കാമല്ലോ തന്നെ? കേൾക്കാം. ഹലോ, എല്ലാവർക്കും, പ്രത്യേകിച്ച് എൻ്റെ അധ്യാപകർക്കും സാമുവൽ ഹനുമാൻ, ശിഷ്യ നമ്മുടെ ഈ ഷൂസ്ലർ എന്ന് പറയുന്ന ആ മഹാപ്രതിഭ, ഇവർക്ക് എല്ലാവർക്കും നമസ്കാരത്തോടുകൂടി ഞാൻ എൻ്റെ ക്ലാസ് അവതരിപ്പിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് കാലി സൾഫ് വരെയായിരുന്നു. സൾഫേറ്റ്, അതായത് കാലി സൾഫ് പൊട്ടാഷ്യം സൾഫേറ്റ് ഫോർമുല KSO4 ആണ്. ഒരു പൊട്ടാഷ്യം പിന്നെ ഒരു സൾഫേറ്റ് റാഡിക്കലും. നാച്ചുറലി ഇത് ലാവ, അതായത് ഈ വോൾക്കനോയിൽ നിന്ന് വരുന്ന ലാവയിൽ ഉള്ള ആ ഭൂയിഷ്ടമായിട്ടുള്ള മണ്ണിൽ ധാരാളം കാണും. പിന്നെ ഇത് 10 പാർട്ട് കോൾഡ് വാട്ടർ, 3 പാർട്സ് ബോയിലിംഗ് വാട്ടർ എന്ന കണക്കിന് ഇത് വാട്ടറിൽ സൊല്യൂബിളാണ്. ആൽക്കഹോളിൽ ഇത് ഇൻസൊല്യൂബിളാണ്, ലയിക്കാറില്ല. ഇതൊരു ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള ഒരു സാൾട്ടാണ്. 6 സൈഡുകളുള്ള ഒരു പ്രിസമായിട്ടാണ് ഇതിന്റെ ക്രിസ്റ്റൽസ് കാണുന്നത്. ഒരു സലൈൻ ടേസ്റ്റ് ഉണ്ട്, ഉപ്പ് പോലെ കുറച്ച് ഒരു ടേസ്റ്റ് ഉണ്ട്. ഈ കാലി സൾഫ് എപ്പിത്തീലിയത്തിന്റെയും എപ്പിഡെർമിസിന്റെയും ഒരു എനിക്ക് വാശിയല്ലേ? ധനേഷ് ഡോക്ടറെ ഒന്ന് മ്യൂട്ട് ചെയ്യാം. കേൾക്കാമല്ലോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇപ്പൊ കേൾക്കാം. ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് വന്നുകൊണ്ടാണ്. ഇത് യെല്ലോ സ്ലൈമി ഡെപ്പോസിറ്റ്, നാക്കിന് അടിവശത്ത് ഒരു സ്ലൈമി ഡെപ്പോസിറ്റ് ഉണ്ടാക്കുന്നു ഈ സാൾട്ട്. അതുപോലെ തന്നെ ഗ്രീനിഷ് ഡിസ്ചാർജും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ റിട്രോഗ്രേഡ് മെറ്റാമോർഫോസിസ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ ഫാറ്റി ഡീജനറേഷൻ സംഭവിച്ചിട്ട് എപ്പിത്തീലിയം അതിന്റെ ഭാഗമായിട്ടുള്ളതും, പിന്നെ ഈ എഫീറ്റ് ആയിട്ടുള്ള ഡിസീസ് ഡാമേജ്ഡ്, പിന്നെ അത് എഫീറ്റ് ചെയ്ത് ഈ ബൈ പ്രോഡക്റ്റ് ആയിട്ട് മാറുന്ന എപ്പിത്തീലിയൽ സെൽസിനെയും കാരണമാണ് ഇതിന്റെ യെല്ലോനെസ് സാധാരണയായിട്ട് വരുന്നത്. 3rd സ്റ്റേജ് ഓഫ് ഇൻഫ്ലമേഷൻ ആണ് ഈ കാലി സൾഫ്. 3rd സ്റ്റേജ് ഓഫ് ഇൻഫ്ലമേഷൻ ആണ് കൂടുതലായിട്ടും അഡ്വൈസ് ചെയ്യുന്നത്. ഓക്സിഡേഷൻ, ടിഷ്യൂ ഓക്സിഡേഷനും ഇത് പ്രത്യേകമായിട്ട് സഹായിക്കുന്നത് കൊണ്ട് ഈ സൾഫേറ്റ്സിനെ വളരെ പ്രധാനമായിട്ടും അവയുടെ പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് ഓക്സിഡേഷൻ ഓഫ് ദ പൊട്ടാഷ്യം സാൾട്ട്സ് ആണ്, ഓക്സിഡേഷൻ ഓഫ് ദ ടിഷ്യൂസ് ആണ്. ഈ ടിഷ്യൂ ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ അവിടെ നടക്കുന്ന യഥാർത്ഥത്തിലെ ഓക്സിഡേഷൻ എന്താണ്? ഈ എനർജി മെറ്റബോളിസം ആണ് ഓക്സിഡേഷൻ ഓഫ് ദ ടിഷ്യൂസ് ആൻഡ് സെൽസ് എന്ന് പറയുന്നത്. ഇനി എല്ലാ രോഗങ്ങളും മിക്കവാറും ഈ കാലി സൾഫിന്റെ ഡിസീസസ് എല്ലാം തന്നെ പ്രൊഫ്യൂസ് ഡെസ്കോമേഷൻ ഓഫ് എപ്പിഡെർമിസ് ആണ്. സ്കിന്നിന്റെ എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. യെല്ലോ മ്യൂക്കസ് ഡിസ്ചാർജ്, ടെമ്പറേച്ചർ നൈറ്റിലെ അഗ്രവേഷൻ ആണ്. ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നു. ടെമ്പറേച്ചർ രാത്രിയിൽ ചൂട് കൂടുതലായി വരുന്നു. പനിയായിരുന്നാലും ശരി, ഈ ഇൻഫ്ലമേറ്ററി റെസ്പോൺസിനായിരുന്നാലും നൈറ്റ് അഗ്രവേഷൻ
temperature, evening aggravation and amelioration in the cool open air. പിന്നെ റിട്രോസെഷൻ ഓഫ് ഇറപ്ഷൻസ്, ഇറപ്ഷൻസ് സപ്രസ് ചെയ്യുന്നതുകൊണ്ട് പുറമിലേക്ക് പോകുന്നുണ്ട്, പുറത്തേക്ക് വരാൻ കഴിയാതെ പോകുന്ന കംപ്ലൈൻസിൽ ഈ കാലി സൾഫ് കൂടുതലായിട്ട് ഇൻഡിക്കേറ്റീവായിട്ട് കാണുന്നുണ്ട്. ഇനി പെറംഫോസ് നമ്മൾ സാധാരണയായിട്ട് പെർസ്പിറേഷന് വേണ്ടി കൊടുക്കുന്നുണ്ട്. അത് പെർസ്പിറേഷനെ പെറംഫോസ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ഈ പെർസ്പിറേഷൻ ചെയ്യുന്നതിന് വേണ്ടി കാലി സൾഫ് ഒരു നല്ല റെമഡിയാണ്. ഹീറ്റഡ് റൂമിൽ അഗ്രവേഷൻ ഉണ്ട്. സെക്രീഷൻ ഫ്രം മ്യൂക്കസ് മെംബ്രെയിൻ സ്റ്റിക്കി സ്ലൈമി യെല്ലോ, ഇത് വളരെ പ്രധാനമാണ്. ഈ പൾസാറ്റിലെ കാലി സൾഫിന്റെ ഇസ് ദ അനലോഗ് ഓഫ് കാലി സൾഫ്. അലൻസ് എൻസൈക്ലോപീഡിയ വോളിയം 5 and 10, വോളിയം 4 ഗൈഡിങ് സിംറ്റംസ്, ഇത് രണ്ടിലുമാണ് ഇതിന്റെ ആധികാരികമായിട്ടുള്ള റെക്കോർഡ്സ് ഉള്ളത് കാലി സൾഫിന്റെ. ഇത്രയേ ഉള്ളൂ കാലി സൾഫിനെ കുറിച്ച്. നമ്മൾ എപ്പോഴും ഈ ഡിസ്ചാർജസിനെ കുറിച്ചാണ് ഡിസ്ചാർജിന് പ്രധാനം. അതായത് എയിൽമെന്റ്സ് അക്കമ്പനിഡ് ബൈ പ്രൊഫ്യൂസ് ഡെസ്കമേഷൻ ഓഫ് എപ്പിഡെർമിസ്, പിന്നെ യെല്ലോ മ്യൂക്കസ് ഡിസ്ചാർജ്. ഈ ഓക്സിഡേഷൻ ഓഫ് ദ ടിഷ്യൂസിനെ സാധാരണയായിട്ട് ആവശ്യമായി വരുന്നു. തേർഡ് സ്റ്റേജ് ഓഫ് ഇൻഫ്ലമേഷൻ ആണ്. റിട്രോസെഷൻ, അതായത് സപ്രഷൻ ഓഫ് ദ എറപ്ഷൻസ് ഉള്ള കേസസിനും കാലി സൾഫ് ഉപയോഗിക്കുന്നു. ഞാൻ ഈ ഫിസിയോളജിക്കോ കെമിക്കൽ ആക്ഷൻ എന്ന് പറയുമ്പോൾ ശരീരശാസ്ത്രം, ഫിസിയോളജി, കെമിക്കൽ രാസികപരമായിട്ടുള്ള ആക്ഷൻ ഈ സൾഫിന് അത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അനേകം സിംറ്റംസ് നമ്മുടെ ഇതിനകത്ത് ഈ ബുക്സിൽ കണ്ടമാനം സിംറ്റംസ് ഉള്ള ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്. കാലി സൾഫിനെ കുറിച്ചൊക്കെ ആധികാരികമായിട്ട് അനേകം ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് തന്നെ മനസ്സിലാക്കണം. പക്ഷേ ഇത്രയും സിംറ്റം ഇത് ഓർത്തിരിക്കുകയാണെങ്കിൽ, ഈ ജനറൽ ആയിട്ടുള്ള സിംറ്റംസ് ഓർക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും ഇത് ഈ കംപ്ലൈൻസ് കവർ ചെയ്ത് പോകാൻ കഴിയും. ഈവനിങ് അഗ്രവേഷനും അമിനറേഷൻ ഇൻ കൂൾ എയർ, ഗ്രേറ്റ് അഗ്രവേഷൻ ഇൻ ദി ഹീറ്റഡ് റൂം, ഇത് വളരെ പ്രധാനമാണ്. മറ്റ് സൾഫിനേക്കാളും ഇത് വേർതിരിച്ച് നിർത്തുന്നതാണ്. മാഗ്ഫോസ് ആണ്. ഫോസ്ഫോറിക്കം, അതായത് സ്ലൈഡ് മാറിയില്ല. ഓക്കെ, മാഗ്ഫോസ് മെഗ്നീഷ്യം ഫോസ്ഫോറിക്കം. ഫോർമുല MgHPO4 7H2O എന്നാണ്. MgO, ഇതിൽ 7 വാട്ടർ മോളിക്യൂൾ. ഇത്രയും വാട്ടർ മോളിക്യൂളുള്ള ഒരു സ്പെഷ്യൽ സാൾട്ട് ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അതൊരു മാഗ്ഫോസ്, മെഗ്നീഷ്യം ഫോസ്ഫേറ്റ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇതിന്റെ സിംറ്റംസിന് നമ്മുടെ ശാരീരികമായിട്ട് പെറംഫോസിന് കുറച്ചുകൂടി റിജിഡ് ആയിട്ടുള്ള ഒരു ബോഡി ഉള്ളപ്പോൾ മാഗ്ഫോസ് കുറെ കൂടി ബൾക്കി ആയിട്ടുള്ള ഒരു ബോഡിയാണ് മാഗ്ഫോസ്, മെഗ്നീഷ്യം ഫോസ്ഫേറ്റ്. ഈ മെഗ്നീഷ്യം ഫോസ്ഫേറ്റും 7H2O അടങ്ങിയിട്ടുള്ള ഒരു ഹൈഡ്രജൻ വാട്ടർ മോളിക്യൂൾസ് 7ഉം ഫോസ്ഫേറ്റ് മോളിക്യൂൾസ് 4ഉം ഹൈഡ്രജൻ 1ഉം മെഗ്നീഷ്യം 1ഉമാണ്. മെഗ്നീഷ്യം ഫോസ്ഫേറ്റ് ആണ്. ഫോസ്ഫേറ്റ്സ് ആണ് കൂടുതലായിട്ടും കാണുന്നത്. ഹൈഡ്രജനും ഉണ്ട്. ക്രിസ്റ്റലായിട്ട് 6 സൈഡഡ് നീഡിൽ ലൈക്ക് ക്രിസ്റ്റൽസ് ആണ്. ഒരു സ്വീറ്റിഷ് ടേസ്റ്റ് ആണ് ഈ സാൾട്ടിന്. സാൾട്ടി അല്ല, സ്വീറ്റിഷ് ആയിട്ട് മധുരമുള്ള ഒരു ഈ വാട്ടറിൽ ലയിക്കുന്നുള്ളൂ. പിന്നെ ഒരു വളരെ കൂടുതൽ നേരം നമ്മൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ 322 പാർട്സ് ഡിസോൾവിങ് ഇൻ 1 പാർട്ട്. ലോങ് ടൈം. ബോയിലിംഗ് ഡീകമ്പോസിസ് ഇറ്റ്, ചൂടാക്കുമ്പോൾ ഈ എലിമെന്റ് ഡീകമ്പോസ് ചെയ്ത് പോകുന്നു. നമ്മൾ ഈ മെഗ്നീഷ്യം ഫോസ്ഫേറ്റ് സാധാരണ കൊടുക്കുമ്പോൾ, മാഗ്ഫോസ് കൊടുക്കുന്നത് പെയിനിനൊക്കെയാണ്. ചൂടുവെള്ളത്തിൽ കൊടുക്കുന്നത് നല്ലതാണെന്ന് എല്ലാം പ്രായോഗികമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള കേസാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഈ മെഗ്നീഷ്യമാണ് ഇതിന്റെ എന്നുള്ളതും, അതുപോലെ ധാരാളമായിട്ട് ഓക്സിജൻ റിലീസ് ആക്കുന്നുണ്ട്. ഇതുപോലെ 5 ഓക്സിജൻ സഡനായിട്ട് ഒരു മോളിക്കൂളിൽ നിന്ന് റിലീസ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഹൈഡ്രജനും ഉണ്ട്. ഈ ഹൈഡ്രജൻ എപ്പോഴും നേസൻ ഹൈഡ്രജൻ എപ്പോഴും ഈ മറ്റ് അബ്സോർബ് ചെയ്ത് വേസ്റ്റ് മെറ്റീരിയൽസ് നീക്കം ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മാഗ്ഫോസ് പെട്ടെന്ന് പെയിൻ റിലീവറായി മാറിയിരിക്കുന്നത്. ചൂടുവെള്ളത്തിൽ കൊടുക്കുന്നതിനുണ്ട് കൂടുതൽ ആക്ഷൻ ഉണ്ട്. അപ്പോൾ ചൂടുവെള്ളം കൂടെ കുടിപ്പിക്കുക, അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ കലക്കി മാഗ്ഫോസ് കൊടുക്കുന്നതുകൊണ്ട് കൂടുതൽ പ്രയോജനം കണ്ടിട്ടുണ്ട്. പിന്നെ ധാരാളമായിട്ട് സെറിയൽസ്, നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന സെറിയൽസ്, പിന്നെ ചെറിയ ധാന്യങ്ങളിൽ, ചെറിയ ഗ്രെയിൻസിലും ഇത് ധാരാളമായിട്ട് ഈ മാഗ്ഫോസ് ഉണ്ട്. ബിയറിൽ അതുകൊണ്ട് ഈ ഗോതമ്പ്, ബാർലി ഇതേപോലുള്ളതിൽ ധാരാളമായിട്ടുള്ളത് കൊണ്ടാണ്
ഇത് ബിയർ പ്രിപ്പയർ ചെയ്യുന്ന ആ പദാർത്ഥങ്ങളിൽ ഉള്ളതുകൊണ്ട് ബിയറിൽ ഇത് ധാരാളമായിട്ട് മാക്രോസ് ആണ് ഉള്ളത്. ഇത് ഒരു എർത്തി കോൺസ്റ്റന്റ് ഓഫ് മസിൽസ്, ബോൺ ആൻഡ് ബ്രെയിൻ എന്നാണ്. മഗ്നീഷ്യം ഫോസ്ഫേറ്റ് ഇത് നമ്മുടെ ശാരീരികമായിട്ട് എവിടെയെല്ലാം കൂടുതലായിട്ട് കാണുന്നു എന്ന് വെച്ചാൽ ഇതൊരു എർത്തി കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് മസിൽസ്. നമ്മുടെ ശരീരം ഇപ്പോൾ ഇതിൽ പറയുന്നുണ്ടല്ലോ, മനുഷ്യനെ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു എന്ന്. അപ്പൊ അതില് ഈ 12 ലവണങ്ങളെ എങ്ങനെയാണ്, എവിടെയൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ പാർട്ടുകളൊന്നും നമുക്ക് സയന്റിഫിക് ആയിട്ട് പറയുമ്പോൾ ഈ സാൾട്ട് അല്ലെങ്കിൽ ലവണങ്ങളെ കുറിച്ച് ഇത്ര മാത്രമാണ് നമുക്കറിയുന്നത്. ഇതില് അതുകൊണ്ടാണ് ഇവിടെ ഈ പ്രയോഗം ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് എർത്തി കോൺസ്റ്റന്റ് ഓഫ് മസിൽ, ബോൺ ആൻഡ് ബ്രെയിൻ. ഗ്രേ മാറ്റർ ഓഫ് ദ ബ്രെയിനിലാണ് സാധാരണയായിട്ട് മാക്രോസ് കാണപ്പെടുന്നത്, മഗ്നീഷ്യം. പിന്നെ സ്പൈൻ ഉണ്ട്, ടീത്ത് ഉണ്ട്, സ്പേം ആൻഡ് ബ്ലഡ് കോർപ്പസൽസ്. ഈ സ്പേമിൽ മാഗ്നീഷ്യം ഉണ്ട്, ബ്ലഡ് കോർപ്പസൽസിലും ഉണ്ട്. സൈലീഷ്യയും ബ്ലഡ് കോർപ്പസൽസിലുണ്ട്, സിങ്ക് സ്പേമിലുണ്ടെന്ന് പറഞ്ഞതുപോലെ എല്ലായിടത്തും സാധാരണ നമ്മുടെ ഈ മോളിക്കുലർ മോഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഷൂസ്ലറുടെ ടെക്സ്റ്റ് ബുക്കിലെല്ലാം തന്നെ ബയോകെമിക്കലിനെ പറ്റി പറയുമ്പോൾ മോളിക്കുലർ മോഷൻ എന്ന് പറയുന്ന ഡിസ്റ്റർബൻസ് ഓഫ് ദ മോളിക്കുലർ മോഷൻ, അത് എക്സസ് ആകാൻ ഡെഫിഷ്യൻ്റ് ആകാം. അപ്പോൾ ഈ മൈന്യൂട്ടായിട്ടുള്ള ഇതിന്റെ ആപ്ലിക്കേഷൻ കാരണം ഈ മോളിക്കുലർ ഡിസ്റ്റർബൻസ് മാറുകയും ആ പ്രദേശത്ത് ആ ഒരു റീജിയണിലുള്ള ഡിസ്റ്റർബൻസ് കറക്റ്റ് ആവുകയും ചെയ്യുന്നതായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾ. ഇവിടെ അത് തന്നെ കാണുന്നു. മോളിക്കുലർ മോഷൻ ഇതിന്റെ ഡിസ്റ്റർബൻസ് കാരണം ഉണ്ടാകുന്ന സിംറ്റംസിൽ പ്രധാനമായിട്ട് വരുന്നത് ക്രാംസ് പെയിൻ എന്നാണ്, പാരാലിസിസ്, ക്രാമ്പി പെയിൻ, പാരാലിസിസ്, നംനെസ് ആണ്. ആദ്യം നംനെസ് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇപ്പൊ മഗ്നീഷ്യം സാൾട്ടോ സൊല്യൂഷൻ നമ്മുടെ ത്വക്കിലൊക്കെ ഒരിക്കൽ തന്നെ കുറച്ചൊരു നംനെസ് വരും. നാക്കിൽ തൊട്ടാലും നംനെസ് ഉടൻ തന്നെ ഫീൽ ചെയ്യുന്ന ഒരു സാൾട്ടാണ്. പിന്നെ റിവേഴ്സ് ഓഫ് അയൺ ആണ്. അയൺ എങ്ങനെയാണോ അതിന്റെ റിവേഴ്സ് ആണ് മാക്രോസ്. ഉദാഹരണത്തിന് ഇപ്പൊ ഫങ്ഷണൽ ഡിസ്റ്റർബൻസ് മസ്കുലർ ഫൈബേഴ്സിലാണെങ്കിൽ മസ്കുലർ ഫൈബേഴ്സിനെ റിലാക്സ് ചെയ്യുന്നു അയൺ. എന്നാൽ മഗ്നീഷ്യം ഫങ്ഷണൽ ഡിസ്റ്റർബൻസിൽ മസ്കുലർ ഫൈബേഴ്സിനെ കൺട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ കൺട്രാക്ഷൻ മൂലമാണ് കൺവൽഷൻസും ക്രാംസും ഉണ്ടാകുന്നത്. അങ്ങനെ അതർ നെർവസ് ഫിനോമിനാസും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അയൺ റിലാക്സ് ചെയ്യുന്നു. അത് ഫ്ലാബി ആയിട്ട് മറ്റേ സിഡോപ്ലത്തോറയൊക്കെ കാണിക്കുന്ന അയണിന്റെ ഫെറംബോസിന്റെ കാര്യം പറയുമ്പോൾ, എന്നാൽ മഗ്നീഷ്യം അതേപോലെ അല്ല, മഗ്നീഷ്യം കൺട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഡിസീസസ് ഹാവിങ് ദർ സീറ്റ് ഇൻ ദി നെർവ് ഫൈബർ. പിന്നെ ടെർമിനൽ ബൾബ് ഓഫ് ദ നെർവ്സ് ആണ് കൂടുതലായിട്ട് ആക്ട് ചെയ്യുന്നത്. ടെർമിനൽ, അതുകൊണ്ടാണ് ഈ സെൻസേഷനിൽ കൂടുതലായിട്ടും വരുന്നത്. അപ്പൊ ക്യാരിയിങ് സെൻസേഷൻ ക്യാരിയിങ് വരുന്നതുകൊണ്ടാണ് പെയിൻ കില്ലറായിട്ട് വർത്തിക്കുന്നത്. പിന്നെ മസ്കുലർ ടിഷ്യൂസിൽ ഇത് പെയിൻ എക്സെപ്റ്റ് എല്ലാ ടൈപ്പ് ഓഫ് പെയിനും വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓൾ ടൈപ്പ് ഓഫ് പെയിൻ എക്സെപ്റ്റ് ബേണിംഗ് പെയിൻ എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മാക്രോസിന് ബേണിംഗ് പെയിൻ ഇല്ല എന്ന് തന്നെ പറയാം. ക്രാമ്പിംഗ് പെയിന്, ഡാർട്ടിങ്, സ്പാസ്മോഡിക് പെയിൻസ് ഒക്കെ വരുന്നുണ്ട്. ബോറിംഗ് പെയിൻ, ലൈറ്റ്നിങ് ലൈക്ക് അക്കമ്പനീഡ് ബൈ കൺസ്ട്രിക്റ്റീവ് ഫീലിംഗ് ആണ്. ഈ പെയിൻസ്, അതായത് ഡാർട്ടിങ്, സ്പാസ്മോഡിക്കും ലൈറ്റ്നിങ്ങും ബോറിംഗ്, ഈ പെയിൻസ് സാധാരണയായിട്ട് കൺസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ഫീലിംഗും കൂടി കൂടെ കാണപ്പെടുന്നുണ്ട്. ഈ വേദനകൾക്ക് അതും കൂടി കൂടുതലായിട്ട് കൂടെ കാണുന്നതാണ്. കൺസ്ട്രിക്റ്റീവ് പെയിൻസ് ആൾസോ അക്കമ്പനീസ്. പിന്നെ അതിന്റെ അതായത് ആ ഒരു ലോക്കൽ ഏരിയയിൽ വാംത് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട്, പ്രഷർ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് പെയിൻ റിലീവ് ചെയ്യുന്നുണ്ട്. മാക്രോസിന്റെ പ്രത്യേകതയാണ്. ആന്റി സ്പാസ്മോഡിക് ആണെന്ന് ഞാൻ പറഞ്ഞു. ഹെൻസ് ഈസ് ക്യൂറേറ്റീവ് ഇൻ ക്രാംസ് ആൻഡ് സ്പാൻസംസ് ഓഫ് ഗ്ലോട്ടിസ്, ടെറ്റാനസ്, എപ്പിലെപ്സി. ഇതെല്ലാം അതിന്റെ ടാർഗറ്റ് ആണ്. ഇപ്പൊ സൈറ്റ് ഓഫ് ആക്ഷൻ ടെറ്റനസിനും എപ്പിലെപ്സിക്കും, സ്പാസ്മോഡിക് റിട്ടൻഷൻ ഓഫ് യൂറിൻ, പാരാലിസിസ്, അജിറ്റൻസ് എനിക്ക് ഇതിന് കൂടുതൽ സാധ്യത ഉള്ളതാണ്. ഇനി ബെസ്റ്റ് അഡാപ്റ്റഡ് ടു, ഇപ്പോൾ ഈ ഡിസീസ്, ഈ മാക്രോസ് ഏർക്കാണ് കൂടുതലായിട്ടും വരുന്നത്? ലീൻ, തിൻ, ഇമാഷിയേറ്റഡ് പേഴ്സൺ. നമ്മൾ എല്ലായിടത്തും ടെക്സ്റ്റ് ബുക്കിൽ വായിക്കുന്നു. ലീനായിട്ട്, തിന്നായിട്ട്, എമാസിയേറ്റഡ്, ഉണങ്ങി വരണ്ട, ശരിക്കും പറഞ്ഞാൽ എലുമ്പൽ അല്ലേ ആയിട്ടുള്ള പേഷ്യൻസിനാണ് സാധാരണയായിട്ട് വരുന്നത്. അങ്ങനെയുള്ള നെർവസ് ഓർഗനൈസേഷൻ ആൻഡ് പ്രിഫേഴ്സ് ലൈറ്റ് ഹൈലി നെർവസ് ഓർഗനൈസേഷൻ എന്നാണ് ഇതിനകത്ത്.
ന്യൂർവസ് ആയിട്ടുള്ള പേഷ്യൻസ്, ലൈറ്റ് കോംപ്ലക്ഷൻ, പിന്നെ റൈറ്റ് സൈഡ് ഓഫ് ദ ഇതിന്റെ സൈഡ് റൈറ്റ് സൈഡാണ്. ഇതിന്റെ ആക്ഷൻ ജനറലി ഫേവേഴ്സ് ഇറ്റ്സ് ആക്ഷൻ എക്സീഡിംഗ്ലി വെയറാസ് heat and pressure interferes with it. Hence, the patient is relieved by these. Attacks are often attended with great prostration and profound sweating. ധാരാളമായിട്ട് വിയർക്കുന്നു, പ്രോസ്ട്രേഷൻ ആണ്, വീക്ക്നെസ് അല്ല, ഫെയിൻറ്റിംഗ് ടൈപ്പ് ഓഫ് പെയിൻ, പ്രോസ്ട്രേഷൻ ആണ്, ക്ഷീണം. പിന്നെ ലാംഗ്ഡ് ആണ്, അതായത് ഡിസിൻക്ലിനേഷൻ ടു ഫിസിക്കൽ എക്സർഷൻ, ഒരു വർക്കും ചെയ്യുന്നതിന് പറ്റാതെ ഒരു എഫർട്ട് ഇല്ലാത്ത പേഴ്സൺസ് ആണ് മാഗ്നഫോസ്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മഗ്നീഷ്യത്തിന്റെ ഒരു പ്രധാന സ്വഭാവമാണ് ഒരു സ്ലഗ്ഗിഷ്നെസ് അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ലാംഗ്ഡ് എന്നാണ് വേർഡ്. പേഷ്യന്റ് ഈസ് ലാംഗ്ഡ്, ടയേർഡ്, എക്സോസ്റ്റഡ്, അൺഏബിൾ ടു സിറ്റ് എന്നാണ്. ഏത് ക്രോണിക് ആയിരുന്നാലും അക്യൂട്ട് സഫറിങ്സിലും ഈ ലാംഗ്ഡ്നെസ്സും പിന്നെ ഇരിക്കാൻ കൂടി കഴിയാത്ത ഒരു ക്ഷീണം പറയുന്നു ക്രോണിക് സഫറിങ്സിലും അക്യൂട്ടിലായിരുന്നു. മാഗ്നഫോസിനെ കുറിച്ച് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തത് നാട്രം മ്യൂറിയാറ്റിക്കം. നാട്രം മ്യൂറിയാറ്റിക്കം ധാരാളമായിട്ട് സിംറ്റംസ് ഉള്ള ഒരു നല്ല ഡ്രഗാണ്. ഏറ്റവും അടുത്ത് ഇടപഴകുന്ന എല്ലാ ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന സോഡിയം ക്ലോറൈഡ് തന്നെ. നാട്രം മ്യൂറിയാറ്റിക്കം ഭൂമിയിൽ നിന്ന് തന്നെ ധാരാളമായിട്ട് ഭൂമിയുടെ സമുദ്രങ്ങളിൽ ധാരാളമായിട്ട് ഉപ്പുണ്ട്. ഈ സമുദ്രത്തിലെ ഉപ്പിന്റെ കോൺസെൻട്രേഷൻ എല്ലാ സമുദ്രത്തിലും ഒരുപോലെ അല്ല, ഓരോ തീരത്തും വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. അതെങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ ഭൂമിയിൽ നിന്നാണ് ഇത് വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാ സാൾട്ടിനേക്കാളും നാട്രം മ്യൂറ് അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് കടൽ ജലത്തിൽ കൂടുതലായിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലും തന്നെ ഏറ്റവും കൂടുതലുള്ള സാൾട്ട് നാട്രം മ്യൂറിയാറ്റിക്കാണ്, സോഡിയം ക്ലോറൈഡ് ആണ്. അതായത് ഇപ്പോൾ 340ഓളം 340 എബൌട്ട് മില്ലിഗ്രാം പെർ 100 ml എന്ന നിലയ്ക്ക് ഉണ്ട്. പൊട്ടാഷ്യം ഒക്കെ 11 വരുന്നുള്ളൂ. അതേസമയം സോഡിയം ക്ലോറൈഡ് വളരെ കൂടുതലുണ്ട്. അപ്പോൾ ഈ ബ്ലഡിലെ നല്ലൊരു ഘടകം തന്നെ സോഡിയം ക്ലോറൈഡ് ആണ്. ഈ നമ്മുടെ ബ്ലഡ് സീറത്തിലും ഇതിന്റെ ഫങ്ഷൻ മൂലമാണ് പ്രഷറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് നമുക്കറിയാം. നാട്രി യൂറിറ്റിക് സബ്സ്റ്റൻസസ്, പിന്നെ ഈ നാട്രോമ്യൂറിയാറ്റിക്കത്തിന്റെ സോഡിയത്തിന്റെ പമ്പ്, പിന്നെ മസിൽ നെർവ് ന്യൂറോണൽ ഫങ്ഷൻസിൽ വരുന്ന പമ്പിങ്, അവയുടെ സ്റ്റെബിലിറ്റി, നെർവ്സിന്റെ ഒരു ബലം, കൺവയൻസിന് വരുമ്പോൾ ഉള്ള ടോണിസിറ്റി, മസിൽസിന്റെ ടോണിസിറ്റി, ഹൈപ്പർടെൻഷൻ, ഇതിലെല്ലാം സെൽസിന്റെ ടോണിസിറ്റി, ഇതിലെല്ലാം വളരെയേറെ പ്രയോജനപ്രദമായിരിക്കുന്നത് ഈ സോഡിയവും പൊട്ടാഷ്യവുമാണ്. അതിൽ ഈ സോഡിയം ക്ലോറൈഡ് ആണ് കൂടുതലായിട്ടും. അങ്ങനെ സോഡിയം ക്ലോറിൻ നിന്നാണ് അത് ഇരിക്കുന്നത്. അതിന്റെ പ്രവർത്തിതാവസ്ഥ എന്ന് പറയുന്നത് സോഡിയവും ക്ലോറിനും ആയിട്ടുള്ള അയോൺസ് ആണ് എന്ന് മാത്രം. ഈ നാട്രം മ്യൂറിയാറ്റിക് ക്ലോറം എന്നൊരു വേർഡാണ്, അതിന്റെ പേരാണ്. ക്ലോറേറ്റം ആയിടാവുന്ന പേരുണ്ട്, സോഡിയം ക്ലോറിഡം എന്നാണ്. പിന്നെ കോമൺ സാൾട്ട്, ടേബിൾ സാൾട്ട്, ഇതൊക്കെ ആണ്. സോഡിയം ക്ലോറൈഡ്, ഒരു സോഡിയം ഒരു ക്ലോറിനുമാണ് നമ്മുടെ ഇതിൽ വരുന്നത്. ഇതൊരു ക്രിസ്റ്റലൈൻ ക്യൂബ്സ് ആണ്, നല്ല ക്രിസ്റ്റൽസ് ആണ്. സോഡിയത്തിന്റെ കണ്ടിട്ടുണ്ടല്ലോ, ഉപ്പ് പരലുകൾ നമുക്ക് കാണപ്പെടുന്ന നമ്മൾ സാധാരണ ജീവിതത്തിൽ കാണുന്ന ഒരു പരല് അല്ലെങ്കിൽ ഉപ്പിന്റെ പരലാണ് നമ്മൾ കാണുന്നത്. നല്ല ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള ക്യൂബ്സ് ആണ്. വെള്ളത്തില് ധാരാളമായിട്ട് ലയിക്കുന്ന നല്ല ലേയത്വമുള്ള ഒരു സാൾട്ടാണ്. ആൽക്കഹോളില് 0.1 gram ഓഫ് സാൾട്ട് കണ്ടെയ്ൻസ് 0.6 ക്ലോറിൻ ആൻഡ് 0.4 സോഡിയം. ഇൻസൊല്യൂബിൾ ഇൻ ആൽക്കഹോൾ എന്നാണ്. ഇൻസൊല്യൂബിൾ ആൽക്കഹോൾ 1 gram ഓഫ് സാൾട്ട് കണ്ടെയ്ൻസ് 0.6 ക്ലോറിൻ ആൻഡ് 0.4 സോഡിയം. പ്രൊഫസർ ലോബ്സ് എന്ന് പറഞ്ഞ ആളാണിത് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പ്രൂവ് ചെയ്തിരിക്കുന്നത് വേരിയസ് ടിഷ്യൂ സെൽസ് will rapidly disintegrate in the absence of proper proportion of sodium and potassium.
ഈ സോഡിയം പൊട്ടാഷ്യം അതർ ബ്രൈൻ സാൾട്സ് എന്ന് പറയുന്നത്, ബ്രൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് സോഡിയം ക്ലോറൈഡ് ആണ്. അപ്പൊ ഈ സോഡിയം ബ്രൈനിൽ ശരിക്കും പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡ് മാത്രമല്ല, മറ്റ് സാൾട്സും വരും ബ്രൈൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ സാൾട്സിൽ സാധാരണ എന്ത് ചെയ്യുന്നു, ടിഷ്യൂ സെൽസ് പെട്ടെന്ന് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് പോകുന്നതായിട്ട് കണ്ടു. നോർമൽ റേഷ്യോ ഓഫ് സോഡിയം 100 മോളിക്യൂൾസ്, 2.2 മോളിക്യൂൾസ് ഓഫ് പൊട്ടാഷ്യം, 1.5 മോളിക്യൂൾസ് ഓഫ് ലൈം. ഇതാണ് സോഡിയം നോർമൽ ബ്ലഡിലുള്ള നമ്മുടെ റേഷ്യോ. 100 മോളിക്യൂൾസ് സോഡിയം ഉള്ളപ്പോൾ 2.5 മോളിക്യൂൾസ് ഓഫ് പൊട്ടാഷ്യം, 1.5 മോളിക്യൂൾ ഓഫ് ലൈം. ഈ ബ്ലഡിലുള്ള ലൈമും ആയിട്ടാണ് ഈ സോഡിയത്തിനും ക്ലോറിനും കൂടുതലായിട്ട് ബന്ധം. കാൽഷ്യം, ഞാൻ മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞു, കാൽഷ്യം, മെഗ്നീഷ്യം, മാംഗനീസ്, പിന്നെ അയൺ, പിന്നെ ഈ സോഡിയം പോലുള്ള ചെറിയ ഇത് എല്ലാം കൂടി ചേർന്നിട്ടാണ് ബ്ലഡ് ഫോർമേഷന് വരുന്നത്. മാത്രമല്ല അയണിന്റെ അബ്സോർപ്ഷനിലും കാൽസ്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ഈ ബ്ലഡ് ഫോർമേഷനിൽ, ബ്ലഡിന്റെ സിന്തസിസിൽ, പ്രൊട്ടക്ഷനിൽ ഈ സാൾട്സ് വളരെയേറെ പ്രാധാന്യം അറിയിക്കുന്നു. ഇതിന് എന്തെങ്കിലും ഡിപ്പാർച്ചർ അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും പ്രൊപ്പോർഷനിൽ വരുന്നത് പ്രോട്ടോപ്ലാസത്തിന്റെ റീജനറേഷനിൽ ഒക്കെ ബാധിക്കും. കാരണം റാപ്പിഡായിട്ടുള്ള പ്രോട്ടോപ്ലാസത്തിന്റെ റീജനറേഷനെ ഈ സാൾട്ടാണ് കൂടുതലായിട്ട് സഹായിക്കുന്നത്. സെൽ ഡിവിഷനാണ് ഈ സാൾട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. സോഡിയം ക്ലോറൈഡ്. ഇനി സെൽ സ്ട്രക്ചറിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ബയോകെമിക്സുകൾ ഒന്നും തന്നെ നമ്മുടെ സെൽ സ്ട്രക്ചറിലൊന്നും വരുന്നില്ല ശരിക്കും പറഞ്ഞു. അവയെല്ലാം ഇന്റർസെല്ലുലാർ സ്പേസിൽ ഇങ്ങനെ അതിന്റെ ഫങ്ഷണൽ ആയിട്ട് കിടക്കുന്ന അയോൺസ് ആണ് യഥാർത്ഥത്തിൽ ഈ സാൾട്സ് എല്ലാം. നമ്മുടെ സാൾട്സ് എല്ലാം അങ്ങനെ തന്നെ. Their presence proper ratio in the fluid which surrounds the cells results in a protective action in the cell membrane എന്നാണ്. ഇപ്പൊ സെൽ മെംബ്രൈനിലാണ് ഇത് കൂടുതലായിട്ടും എന്നേ ഉള്ളൂ. സെൽ മെംബ്രൈനിലുണ്ട്, ഇന്റർസ്റ്റിഷ്യൽ ഫ്ലൂയിഡ്സിൽ മാത്രമുള്ളവയുണ്ട്. ഇതിലിപ്പോൾ സെൽ മെംബ്രൈനാണ്. ദിസ് പ്രൊട്ടക്റ്റീവ് ആക്ഷൻ ഈസ് കാൾഡ് ടാനിങ്. ഈ ടാനിങ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് ഇപ്പോൾ സെല്ല് ഒന്ന് ബലപ്പെടുത്തുകയാണ്. ടാനിങ് ടു ഡിഫെൻഡ് ഫർദർ ഡാമേജ് ഓഫ് ദ സ്കിൻ. അതാണ് ഡിഫെൻഡ് ആണ് ഈ ടാനിങ്ങിന്റെ പണി. ഇപ്പൊ നമ്മൾ ടാനിങ് ഒക്കെ കേട്ടിട്ടുള്ള വേർഡ് എന്ന് പറഞ്ഞാൽ ഈ തുകൽ, നമ്മുടെ തുകൽ നമ്മൾ എന്ത് ടാൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്, ഉപ്പിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നല്ല പ്രൊട്ടക്ഷൻ ചെയ്യുന്ന ഉപ്പിലിട്ടാണ് വരുന്നത്. ആ ഉപ്പിലിട്ട് തുകലിനെ നന്നാക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് യഥാർത്ഥത്തിൽ ടാനിങ് എന്ന് പറയുന്നത്. അത് ഇത് തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. വളരെ കൂടുതൽ സെൽസ് നന്നായിട്ട് അടുങ്ങി ശരിക്കും നല്ല സ്കിൻ തിക്കായി വരും. അങ്ങനെ തോല് നമ്മുടെ ഈ ബാറോ മറ്റു ഉപയോഗങ്ങൾ, ചെരുപ്പിന്, ബെൽറ്റിന്, കണ്ടമാനം ഉപയോഗങ്ങളുണ്ട് തുകലിന്. അപ്പൊ ആ തുകലിന് വേണ്ടി ഉപയോഗിക്കുന്നത് തോല്. അപ്പൊ അതിന്റെ പേരാണ് ടാനിങ്. ഇപ്പൊ ഇവിടെയും ഈ സോഡിയം പൊട്ടാഷ്യം, സോഡിയം ക്ലോറൈഡ് നമ്മുടെ സെൽ ബാരിയറിനെയും ശരിക്കും പറഞ്ഞാൽ സെല്ലുലാർ ആ ഒരു ബാരിയറിനെ സറൗണ്ട് ചെയ്തിട്ട് സ്റ്റേബിൾ മെറ്റബോളിസം വിത്തിൻ ദ സെല്ലും ഈ സോഡിയത്തിന്റെ ഫംഗ്ഷൻ മുഴുവൻ നടക്കുന്നത്. സോഡിയം യഥാർത്ഥത്തിൽ പുറത്തും പൊട്ടാഷ്യം അകത്തുമാണ് എല്ലായ്പ്പോഴും. അത് പുറത്തോട്ട് വരുന്നതിന് എല്ലായ്പ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. പൊട്ടാഷ്യം സോഡിയം എപ്പോഴും അകത്തേക്ക് പ്രവർത്തിക്കുന്നതിന് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതിനെയാണ് പൊട്ടാഷ്യം ഇൻബാലൻസ്. ഈ ഒരു പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സെൽ മെംബ്രൈനിൽ ടോണിസിറ്റി കിട്ടും. ഇത് തിരിച്ചാവൂല. ഒരിക്കലായി കഴിഞ്ഞാൽ എപ്പോഴും സെൽ ഡിസ്ട്രോയ് ആയിപ്പോകും, എപ്പോൾ തന്നെ നശിച്ചു. ഈ പ്ലാസ്മിക് ആയിട്ടുള്ള ഈ ഇക്വിലിബ്രിയം ആന്റഗോണിസ്റ്റിക് ആക്ഷനാണ്. ലൈം സാൾട്ടുമായിട്ട് ആന്റഗോണിസ്റ്റിക് ആക്ഷൻ ഉണ്ട്. അതാണ് സോഡിയം ആൻഡ് പൊട്ടാഷ്യത്തിന്റെ ആക്ഷൻ ലൈമുമായിട്ട് ആന്റഗോണിസ്റ്റിക് ആണ്. നമ്മൾ ഈ അലോപ്പതിക് മെഡിസിൻസ് എടുത്ത് വായിച്ചു നോക്കുന്നത്, ഇപ്പൊ പൊട്ടാഷ്യം ഏറ്റൻ പോലുള്ളതോ നിക്കാർഡിയ ഇതേപോലുള്ള പ്രഷറിന്റെ ഒക്കെ ഗുളികൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിലൊക്കെ ഈ പി ബ്ലോക്കർ എന്നൊക്കെ പറയുന്ന, കാൽഷ്യം ബ്ലോക്കർ എന്നൊക്കെ പറയുന്ന ഹാർട്ട് മസിൽസിലുള്ള കാൽസ്യം മോളിക്യൂൾസിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഗുളികളാണ്. പക്ഷെ അത് നിന്നോളും. കാരണം ഹൃദയം എന്ന് പറയുന്ന ഓർഗനും കിഡ്നി എന്ന് പറയുന്ന ഓർഗനും ഒക്കെ നാം എത്രയോ വർഷങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്ന വസ്തുക്കളെക്കാളും എത്രയോ ഈടുറ്റതാണ്. എങ്ങനെയാ റീജനറേറ്റ് ചെയ്ത് വരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് അത് ദൈവത്തിന്റെ ഒരു സൃഷ്ടിയാണ്. അപ്പോൾ നമ്മുടെ സിംറ്റംസ്, നമ്മുടെ ഇതിനകത്ത് റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഈ വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഡോക്ടർ സാമുവൽ മഹാവ്യക്തികൾ, ഇപ്പം നമ്മുടെ ആദരണീയരായ ഗുരുനാഥൻ എന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിലും അദ്ദേഹം മനുഷ്യ ജന്മത്തിൽ ദൈവത്തിന്റെ പ്രത്യേകമായ അനുഗ്രഹം ലഭിച്ച വരദാനം എന്ന് പറയുന്ന വാക്കുകൾ ഏറ്റവും കൂടുതൽ അനുയോജ്യമാണ്.
അത് കിട്ടിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അതിൽ നിന്ന് നമുക്ക് കുറച്ച് വെളിച്ചം നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഹോമിയോപ്പതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഡിവൈനിറ്റി എന്ന് പറയുന്നത് അങ്ങനെ അല്ലാതെ ഈ സാധാരണ ഇപ്പോഴത്തെ ക്വാണ്ടം ഫിസിക്സിന്റെ ലൈറ്റ് പോലുള്ള കാര്യങ്ങളിൽ വെച്ച് പോലും നമുക്ക് ക്വാണ്ടം ഫിസിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാകാത്തവർക്കെല്ലാം മനസ്സിലാക്കുന്നതാണ്. അതുപോലെ പോലും നമുക്ക് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഹോമിയോപ്പതിയുടെ ഇത്തരത്തിലുള്ള നമ്മുടെ മൈക്രോ ആയിട്ടുള്ള ഡൈനാമിക് പവർ നമുക്ക് എങ്ങനെ എക്സർട്ട് ചെയ്യുന്നു എന്ന് നമുക്ക് വിശദീകരിക്കാൻ പാടാണ്. ഇത് എന്നാൽ അത് പ്രത്യേകമായ ഒരു ദൈവത്തിൻ്റെ കരസ്പർശം ടച്ച് തന്നെ ഉണ്ട് അദ്ദേഹത്തിന് എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. 70 ഡ്രഗ്സ് അദ്ദേഹം സ്വന്തം ശരീരത്തിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് 70 ആണെന്നാണ് എൻ്റെ ധാരണ. ഞാൻ പൂർണ്ണമായിട്ട് എനിക്ക് 70 ഡ്രഗ്സ് ഉണ്ട്. അദ്ദേഹം 70ഓളം ഡ്രഗ്സ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്രയും ഡെലിക്കേറ്റ് ആയിട്ടുള്ള സിംറ്റമറ്റോളജി, അത് പിന്നെ ക്യൂറേറ്റീവായിട്ട് ഇത്രയും ഹയർ പൊട്ടൻസി, നമ്മുടെ സീറോ ബാർ പൊട്ടൻസികളൊക്കെ കുറിച്ച് പറഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള ആ ഒരു ആക്റ്റീവ് ലെവൽ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ബയോകെമിക്സ് ഷൂസ്ലർ കണ്ടെത്തിയപ്പോൾ 12x ആണ് അദ്ദേഹം കൂടുതലായിട്ട് കൊടുത്തിരുന്നത്. അദ്ദേഹം എന്നിട്ടും അതിനെ ഹോമിയോപ്പതിയുടെ ലെവലിൽ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുന്നത് ഇത് മോളിക്കുലർ മോഷനിൽ വരുന്ന ഡിഫക്റ്റിനെ മൈന്യൂട്ടായിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് പോലെ മൈക്രോ എലിമെന്റ്സ് കൊണ്ട് കറക്റ്റബിൾ ആണ് എന്നുള്ളതാണ്. ഇതിൻ്റെ ഈ ഫിസിയോളജിക്കൽ കെമിക്കൽ ആക്ഷൻ ഞാൻ പറയാൻ കാരണം, ഈ ഫിസിയോളജിക്കൽ കെമിക്കൽ ആക്ഷൻ്റെ ഏറെക്കുറെ ആനുപാതികമായ സിംറ്റമറ്റോളജിയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇപ്പം ഇതൊരു കൗണ്ടർ ആക്ഷൻ ഹോമിയോപ്പതിക്കലായിട്ട് നമുക്കൊരു വിപരീത സ്റ്റഡി അതിന് വേണ്ടി വരുന്നില്ല. ഒരു ആനുപാതിക, അതിനെ പറഞ്ഞ ഒരു എന്താ പറയുക, നമ്മളിങ്ങനെ ഒരു റോസറ്റ് പറയുന്നത് ആനുപാതികം, അങ്ങനെയുള്ള ഒരു റിവേഴ്സിബിലിറ്റി അല്ലെങ്കിൽ റിവേഴ്സിബിൾ ആയിട്ടുള്ള സിംറ്റമറ്റോളജി അല്ല ശരിക്കും പറഞ്ഞാൽ ടിഷ്യൂ സാൾട്ട്സ് ചെയ്യുന്നത്. പ്രോട്ടോപ്ലാസ്മിക് ഇക്വിലിബ്രിയം തന്നെ ഈ സാൾട്ടിന്റെ വളരെ ബിറ്റ്വീൻ ദ സ്ലൈംസ് എന്ന് പറയുന്നത്. ഇപ്പം കാൽസ്യത്തിന്റെ സാൾട്ട്സ് പോസിറ്റീവ് ആയിട്ടുള്ള നല്ല ഒരു സോഴ്സ് ആണ്. Ca+ ആണ്, 2+ ആണ്, അങ്ങനത്തെ ഒരു പോസിറ്റീവ് അയണാണ്. അതിനെ സെൻറ്റർ ചെയ്തുകൊണ്ട് മാത്രം പൊട്ടൻഷ്യാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ടുള്ള ഡ്രഗ്സ് ആണ് കാർഡിയാക് സ്റ്റിമുലന്റ് ആയിട്ട് ഈ ഏറ്റനൊക്കെ പറയുന്നുള്ളൂ. അത് ഒരു ഓർഗനെ മാത്രമാണ് യഥാർത്ഥത്തിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. മറ്റു ടിഷ്യൂസിനെ ഒന്നും തന്നെ നോക്കില്ല. അതേസമയം നമ്മുടെ നാട്രി, ഇപ്പോൾ ഈ നാട്രം സൾഫർ, നാട്രം മ്യൂർ ഇത്തരത്തിലുള്ള ആക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ BP നാട്രം മ്യൂർ നല്ലൊരു മെഡിസിനാണ്. ഈ മൈന്യൂട്ടായിട്ടുള്ള കാപ്പിലറീസ് നമ്മുടെ ബോഡിയുടെ എല്ലാ ഭാഗത്തു നിന്നുണ്ട്. ഹാർട്ട് എന്ന് പറയുന്നത് ഈ എല്ലാ സർക്കുലേറ്ററി സിസ്റ്റം ഒരു 30% നമുക്ക് കണക്കാക്കാം, ഒരു 40%, 60%, 80% ഓർ 100%. 100% സർക്കുലേറ്ററി സിസ്റ്റം ക്ലിയർ ആയിരിക്കുമ്പോൾ BP നന്നായിരിക്കും, ഹാർട്ട് നന്നായിരിക്കും, അവർക്ക് നല്ല ആയുസ് ഉണ്ടായിരിക്കും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അത് എത്ര പേർക്ക് ഉണ്ടെന്ന് ചോദിച്ചാൽ അത് വളരെ റെയറാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ആ കിഡ്നി സെൽസ് ഒക്കെ എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു, 7 ഡേയ്സിനിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യുന്നു സ്കിൻ. അപ്പോൾ ഓരോ സെൽസും നമ്മൾ റീജുവനേറ്റ് ചെയ്ത് വരുന്നു, ഡെസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു, വീണ്ടും റിപ്പയർ ചെയ്യുന്നുണ്ട്. അതിന് റിപ്പയറിങ് ടൈമാണ്. അതേപോലുള്ള ചില പ്രത്യേക കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മൈന്യൂട്ടായിട്ടുള്ള ഈ എലിമെന്റ്സിന്റെ സപ്ലൈ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുകയും അവയുടെ പ്രവർത്തന ഫലമായിട്ടുമാണ്. എല്ലായിടത്തും ഈ കാറ്റലിറ്റിക് ആക്ഷൻ എന്ന് പറയുന്ന അവിടെ നടക്കുന്ന പ്രവർത്തനത്തിന്റെ ഒരു സപ്പോർട്ടീവ് ആക്ഷനാണ് കൂടെ ചെയ്തു വരുന്നത്. ഒന്നുകിൽ ഈ ഓക്സിജനെ, മെയിനായിട്ടുള്ള ഓക്സിജനും കാർബണും ഹൈഡ്രജനും അവയുടെ കോമ്പിനേഷൻസിനെ ഒന്ന് താങ്ങി നിർത്തുന്നതിനോ, അല്ലെങ്കിൽ ആ കോമ്പിനേഷൻസിനെ പ്രവർത്തന ബോധത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നെങ്കിൽ അവയെ താൽക്കാലികമായിട്ട് മോക്ക് ചെയ്ത് കറക്റ്റ് ചെയ്യുന്നതിനൊക്കെയാണ് കാറ്റലിറ്റിക് ആക്ഷൻ എന്ന് പറയുന്നത്. അല്ലാതെ ഒരു നമ്മൾ ഈ കറിവേപ്പിനെ ഉപയോഗിക്കുന്നതാണെന്ന് പറയുമ്പോൾ ഈ ബയോകെമിക്കലുകളിൽ നാട്രം മ്യൂർ വളരെ പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. കാര്യം ഈ ഓസ്മോസിസ് എന്ന് പറയുന്ന ഒരു പ്രധാന സംഭവം തന്നെ. എന്താണ് ഓസ്മോസിസ് എന്ന് നമ്മൾ പറയാൻ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ എവരി ലിക്വിഡാണ്, ബോഡിയിലുള്ള ഏത് ലിക്വിഡ് എടുത്താലും, ഈ സോളിഡ് പാർട്ട് എടുത്താലും അതിൽ നാട്രം മ്യൂർ ഉണ്ട്. ബ്ലഡിലും 0.7% നാട്രം മ്യൂറേറ്റിക്കുമാണ്. ഇനി ബോഡി സെൽസിൽ പെട്ടെന്ന് നാട്രം, ഈ സോഡിയം ക്ലോറൈഡ് അബ്സോർബ് ചെയ്യുകയും ഫോസ്ഫേറ്റും സൾഫേറ്റ്സും എന്നാൽ വേഗം അബ്സോർബ് ചെയ്യുന്നവയല്ല. ആലോചിക്കണം. ഫോസ്ഫറസ്, സൾഫേറ്റ്സ് ഒക്കെ വളരെ നിർണായകമായിട്ടും നമ്മുടെ ബ്ലഡ് സെൽസിലും സ്ട്രക്ചറിലും ഒക്കെ ഘടകങ്ങളാണ്. എന്നാൽ അതുപോലെ അല്ല, സോഡിയം ക്ലോറൈഡ് വളരെ വേഗം തന്നെ അബ്സോർബ് ചെയ്യുന്നു, ടേക്കപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഓസ്മോട്ടിക് ടെൻഷൻ എന്ന് പറയുന്നതാണ് ഈ പ്രധാന സംഭവം. ഞാൻ പറഞ്ഞു ഓസ്മോട്ടിക് ടെൻഷൻ. പിന്നെ സീറത്തിന്റെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള സ്പെസിഫിക് ഗ്രാവിറ്റി,
കീപ്പ് ചെയ്യുന്നു. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ അറിയില്ല. ഒരു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വാട്ടർ മോളിക്യൂളിലും ഒരു സാൾട്ട് സൊല്യൂഷനിലും എത്രമാത്രം എന്ന രീതിയിലുള്ള ഒരു തോത് വായനയാണ്, അല്ലെങ്കിൽ തോതിലായിട്ടുള്ള ഒരു കാൽക്കുലേഷനാണ്. ഡെൻസിറ്റി കമ്പയർഡ് ടു ഡെൻസിറ്റി ഓഫ് വാട്ടർ, അതാണ് ഈ സ്പെസിഫിക് ഗ്രാവിറ്റി. നമുക്കറിയാമല്ലോ, ആ യൂറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ എടുത്ത് നോക്കാറുണ്ട്. 10-5 ആയിരിക്കണം. 15 മുതൽ 10 വരെ, 10-15 10-25 നമ്മളിങ്ങനെ പഠിക്കാറുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് യൂറിൻ, നോർമൽ യൂറിൻ. അതെന്താണ്? യൂറിനില് ഡെൻസിറ്റി കമ്പയർഡ് ടു വാട്ടർ, സാധാരണ നല്ല ശുദ്ധജലത്തിലുള്ളതിൽ നിന്നും ഇതിനോടുള്ള സാൾട്ടിന്റെയും മറ്റുമായിട്ടുള്ള ഡെൻസിറ്റി, മറ്റേ അവയുടെ കാണുന്ന സൊല്യൂഷനിലുള്ള കമ്പയർ ചെയ്യുന്നതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി. അത് നമുക്ക് അറിയാവുന്നതാണെങ്കിലും സാധാരണ രീതിയിൽ എന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ചെക്കപ്പ് ചെയ്യുന്നു, ഓസ്മോട്ടിക് ടെൻഷൻ കീപ്പ് ചെയ്യുന്നു, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ സീറം കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുന്നു. അതുപോലെ തന്നെ സെൽസിന്റെ മോയ്സ്ചറിറ്റി, അതായത് സെൽസിന്റെ ഈർപ്പത്വം നിലനിർത്തുന്നതിന് പ്രധാനമായിട്ട് സഹായിക്കുന്ന ഒരു സാൾട്ടാണ് സോഡിയം ക്ലോറൈഡ്. ഇനി ഇതിന്റെ ഫംഗ്ഷനില് സെൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ സെൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ സെൽസ് രണ്ടായിട്ട് ഓരോ സെല്ലും ഓരോ പ്രാവശ്യവും ഒരു സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും സെൽസ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ സെൽ മൾട്ടിപ്ലിക്കേഷനിലെ ചെറിയ ജീവികളിൽ മുതൽ വലിയ ജീവികളിലും സസ്യങ്ങളിലും എല്ലാം തന്നെ ഈ സെൽ മൾട്ടിപ്ലിക്കേഷൻ വഴിയാണ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്, പ്രോജനി. അപ്പൊ ഈ സെൽ മൾട്ടിപ്ലിക്കേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റ് സാൾട്ട്സ് ഒന്നും തന്നെ അധികമില്ല. സൈലിഷ്യ, സിൽക്ക, കാൽക്കാറിയ ഫോസ് കുറച്ച് ആക്ഷൻ ഉണ്ട്, അത് ന്യൂട്രിറ്റീവ് ലെവലിലാണ് വരുന്നത്. പക്ഷെ മൾട്ടിപ്ലിക്കേഷന്റെ പ്ലെയിനിൽ തന്നെ ഇതിന്റെ ഈ പൊട്ടൻഷ്യാലിറ്റി മൂലമാണ് വർത്തിക്കുന്നത് സെൽ ഡിവിഷനിൽ. പിന്നെ സെല്ലിങ്ങും സെല്ല് ചെയ്ത് വരുന്നതിന് 2000 ഡിവിഷന് മുമ്പായിട്ട് ഉള്ളതിനും ഈ സെൽസ് ആണ്, സോഡിയം സാൾട്ടാണ് ഇതാണ്. അതുപോലെ തന്നെ ഇതിന് വാട്ടർ കൂടുതലായിട്ട് കടന്നു വരാതിരിക്കാൻ വേണ്ടി വാട്ടറിനെ തടയുന്നുണ്ട്. വാട്ടർ മോളിക്യൂൾസിനെ ഡിസ്റ്റൈൻ ചെയ്തിട്ട് ആണ് ഈ സാൾട്ട്സ് മോയ്സ്ചർ കീപ്പർ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ. അല്ലാതെ വാട്ടറിനെ ശരിക്കും അബ്സോർബ് ചെയ്ത് വെച്ചോണ്ടല്ലോ. ഇപ്പൊ സോഡിയം സാൾട്ട് നട്രമ്യൂറിന്റെ പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്കിന്നിന്റെ എല്ലാം എന്താണ്, ഓയിലി അപ്പിയറൻസ് ആണ് യഥാർത്ഥത്തിൽ. അവിടെ വാട്ടർ അല്ല യഥാർത്ഥത്തിൽ. പിന്നെ ഇന്റർസെല്ലുലാർ ഫ്ലൂയിഡ്സിൽ ഈ സപ്ലൈ ഓഫ് മോയ്സ്ചർ റിട്ടൈൻ ചെയ്യുന്നതും ഹൈഡ്രീമിയ, കൂടുതലായിട്ട് ഒരു തരം മോളിക്യൂൾസിൽ വരുന്ന ഡിഫക്റ്റ് ഹൈഡ്രീമിയ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ സാൾട്ട് ഇല്ലെങ്കിൽ ഇതിന്റെ അഭാവത്തിൽ വരുന്ന കംപ്ലൈന്റ് ആണ് ഈ ഹൈഡ്രീമിയ. പിന്നെ വാട്ടറി ബ്ലോട്ടഡ് അപ്പിയറൻസ് ആണ് സാധാരണ ഈ നാട്രം സാൾട്ടിന്റെ പ്രത്യേകത. വാട്ടറി ബ്ലോട്ടഡ് അപ്പിയറൻസ്. ലാംഗ്വിഡ് ഡ്രൗസി. ഇപ്പൊ ലാംഗ്വിഡ് ഞാൻ നേരത്തെ പറഞ്ഞു, ഡിസിൻക്ലിനേഷൻ ടു വർക്ക്, എക്സർഷൻ, എഫർട്ട് ഇല്ലാത്ത ഒരു മാക്ഫോസിനെ അങ്ങനെ പറഞ്ഞു. അതേപോലെയാണ് ഡ്രൗസി, നാട്രമ്യൂറും ലാംഗ്വിഡും ഡ്രൗസിയാണ്. ലാക്രിമസ്, കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു, എപ്പോഴും കണ്ണുനീർ ഒലിച്ചിരിക്കുന്നു, ലാക്രിമസ്. ചില്ലി, എസ്പെഷ്യലി അലോങ് ദ സ്പൈൻ ആൻഡ് എക്സ്ട്രിമിറ്റീസ്. ഈ കൂടുതലും പേഷ്യൻസ് ചിലപ്പോൾ നട്ടലിലൂടെ ഇങ്ങനെ തണുപ്പ് അരിച്ചു കയറുന്നു, ഈ ജോയിൻസിലെല്ലാം പെയിനും വേദനയും തണുപ്പും അരിക്കുന്നു, ഇതൊക്കെ പറയാറുണ്ട്. ഇത് ശരിക്കും നാട്രമ്യൂറാണ്, ഉപ്പിന്റെ ഒരു പ്രധാന ലക്ഷണമാണ്. അതുപോലെ തന്നെ സലൈവേഷനും വാട്ടർ എക്സ്യൂഡേഷനും മറ്റു ഭാഗങ്ങളിൽ നിന്ന് കൂടുതലായിട്ട് വാട്ടറി ആയിട്ടുള്ള എക്സ്യൂഡേഷൻസും അതിന്റെ പ്രത്യേകതയാണ്. ഇത് സാധാരണ നമ്മളെ ഫുഡിൽ നിന്ന് സപ്ലൈ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഡൈല്യൂട്ട് ആയിട്ടുള്ള ഫ്ലൂയിഡ്സിൽ നിന്നാണ് സാധാരണ ഈ കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. ഡെസ്പൈറ്റ് ദ സപ്ലൈയിങ് ഗുഡ് എമൗണ്ട് ഓഫ് ഫുഡ്, സെൽസ് ക്യാൻ ഓൺലി ടേക്ക് അപ്പ് ഫ്രം ഇൻ ഡൈല്യൂട്ട് സൊല്യൂഷൻസ്. ഇതൊരു ഡിഫക്റ്റ് ആയിട്ടാണ് വരുന്നത്. ഈ അങ്ങനെയുള്ള ഡിഫക്ട്സിന് ഈ കംപ്ലൈൻസുകളാണ്. ഇപ്പോൾ ഫ്ലൂയിഡ്സിൽ നിന്ന് മാത്രം അബ്സോർബ് ചെയ്യുന്നത്, ഇപ്പം നല്ല വേഗം അബ്സോർബ് ചെയ്യുന്നതാണ്, ഫ്ലൂയിഡ്സിൽ നിന്ന് വേഗം അബ്സോർബ് ചെയ്യുന്നു. ഫുഡിൽ ഒരു പക്ഷേ കൊടുത്താലും ചിലപ്പോൾ അബ്സോർബ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഫ്ലൂയിഡ്സിൽ നിന്ന് അബ്സോർബ് ചെയ്യും. ഇനി ഓവർ സപ്ലൈ ഓഫ് സാൾട്ട് എന്താണ്? അത് ഇന്റർസെല്ലുലാർ ഫ്ലൂയിഡ്സിൽ ഒരു ഉണ്ടായിരിക്കുകയും കാണുകയും ഒരു സാൾട്ടി ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. ഗ്ലോസോഫെരിഞ്ചിയൽ ആൻഡ് ലിംഗ്വൽ നെർവ്സിനെ അഫക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ടേസ്റ്റ് വ്യത്യാസം വരുന്നത്. ഓവർ സപ്ലൈ, ഓപ്പൺ വൂൺസ്, ഓവർ സെക്രീഷൻ ഓഫ് മ്യൂക്കസ് മെംബ്രെയിൻസ് ഓർ
ഓപ്പൺ വോൺസ്, ഇതിലെല്ലാം സാധാരണയായിട്ട് ഈ സാൾട്ടിന്റെ സാന്നിധ്യം കാണുന്നുണ്ട്. Disturbance of these salts molecules disturbs osmosis of serous membranes and a watery exudation within the sacs occur. ഇപ്പോൾ നമ്മുടെ പ്ലൂറ അല്ലെങ്കിൽ എഫ്യൂഷൻ, മറ്റേ കാർഡിയക് പെരിക്കാർഡിയം, ഇതിലെല്ലാം വരുന്ന എഫ്യൂഷൻസിലെല്ലാം യഥാർത്ഥത്തിൽ ഈ സാൾട്ടാണ് അവിടെ പ്രവർത്തിതമായിട്ട് വരുന്നത്, അതായത് പ്രവർത്തനത്തിന് ബന്ധപ്പെടുന്നത്. അപ്പൊ സാൾട്ടിന്റെ വേറൊരു ഫംഗ്ഷൻ ഇത് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ സാൾട്ടിന്റെ ഡെഫിഷ്യൻസി മൂലം മാത്രമല്ല, ഈ സാൾട്ട് വർത്തിക്കുന്ന ഏരിയാസിൽ ഇങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങൾ വഴിയുമാണ്. അപ്പൊ കാർഡിയക് പെരിഫറൽ എഫ്യൂഷൻസ്, പ്ലൂറൽ എഫ്യൂഷൻസ് ഇതെല്ലാം പറയുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഓസ്മോസിസിന്റെ വേരിയേഷൻ വരുന്നതുകൊണ്ടാണ്, ഓസ്മോട്ടിക് ഗ്രേഡിയൻസിന് വ്യത്യാസം വരുന്നു, അതുകൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറയാം. നമ്മുടെ ഈ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഇതിനിടയ്ക്കുണ്ട്, അത് ഓസ്മോസിന് എങ്കിൽ മാത്രമേ രണ്ട് കാര്യം നടക്കുള്ളൂ. ഓസ്മോസിസ് എന്ന് പറയുന്നത് ഒരു ലിക്വിഡിൽ രണ്ട് ലിക്വിഡ്സ് അടുത്തടുത്തിരിക്കുന്നു എന്നിരിക്കും. ലിക്വിഡ്സിൽ ഒന്നില് ഒരു ലിക്വിഡ് അതിന് സാൾട്ടിന്റെ അംശം, അതിന് സൊല്യൂട്ടിന്റെ അംശം കൂടുതലും, മറ്റേ ലിക്വിഡില് കൂടുതലായിട്ടുള്ള ലിക്വിഡിൽ നിന്ന്, അതായത് ലോ ഗ്രേഡിയൻ്റ് ആയിട്ടുള്ള ലിക്വിഡിൽ നിന്ന് ഈ ഹൈ ഗ്രേഡിയൻ്റ് ആയിട്ടുള്ള ലിക്വിഡിലേക്ക് സാധാരണ തിരിച്ചാണ് പോകുന്നത്. എന്നാലും ഈ ഒരു ട്രാൻസിൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോ ഓഫ് ദ സൊല്യൂഷൻ, ഫ്ലോ ഓഫ് ദ സോൾവെന്റ്, അതിലുള്ള വാട്ടർ, എസ്പെഷ്യലി വാട്ടർ ഒഴുകി പോകുന്ന ഒരു പ്രവണത, അതിനെ ഒരു സെമി പെർമിയബിൾ ആയിട്ടുള്ള ആ മെംബ്രെയിനിലൂടെയാണ് നടക്കുന്നത്. അങ്ങനെ നടക്കുള്ളൂ. സെൽ മെംബ്രെയിൻസ്, ഇപ്പൊ തുകല്, അതേപോലുള്ള ചില പദാർത്ഥങ്ങളിലൂടെ മാത്രമേ ഈ ഓസ്മോസിസ് നടക്കുന്നുള്ളൂ. ഈ ഓസ്മോസിസ് തന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് എക്സോ ഓസ്മോസിസും എന്ന് പറയുന്നത് പുറത്തുനിന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ സെൽ എക്സ്പെൽസ് മോളിക്യൂൾസ് ഓഫ് ദ സെൽസ്, അതായത് വെസിക്കിൾസും പ്ലാസ്മയും ഒക്കെ പുറത്തെ സെൽസിനകത്ത് നിന്ന് വാട്ടറിനെ പുറത്തേക്ക് വരുന്നതിനെ തള്ളുന്ന ആ ഒരു ഇതിനെ എക്സോസ്മോസിസ് എന്ന് പറയും. എന്നാൽ എൻഡോസ്മോസിസ് എന്ന് പറയുന്നത് വിത്തിൻ ദ സെൽസ് തന്നെ, സെൽസിനകത്ത് തന്നെ സോൾവെന്റ്, സാധാരണ നമ്മുടെ ഈ സാധാരണ ഓസ്മോസിസ് നടക്കുന്നത് അങ്ങനെയാണ്. വിത്തിൻ ദ സെൽ സോൾവെന്റ്, വാട്ടർ ഫ്രം ലോ സാൾട്ട് ഭാഗത്ത് നിന്ന് ഹൈ സാൾട്ട് ഭാഗത്തേക്ക് സോൾവെന്റ് ഒഴുകി പോകുന്നു. അപ്പോൾ ഈ സീറം തന്നെയുള്ള ഒഴുകി പോകുന്നത്, സീറം അടുത്ത ഭാഗങ്ങളിൽ നമ്മളിപ്പോൾ കുറച്ച് പോർഷൻ വന്നു, മറ്റേതെങ്കിലും സാൾട്ടിന്റെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഞ്ചുറിയോ മറ്റോ വന്നിട്ട് ആ പോർഷനിൽ കുറച്ച് ഭാഗം വന്നു, അവിടെ നമ്മൾ എന്തെങ്കിലും മരുന്ന് അപ്ലൈ ചെയ്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവിടെ നടക്കാൻ പോകുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ഇന്റർസെല്ലുലായിട്ടുള്ള സീറം ഇതിൽ നിന്നുള്ള വാട്ടർ പുറത്തേക്ക് തള്ളിപ്പോകുന്നു. അങ്ങനെ നീര് വലിഞ്ഞു പോകുന്നു വേഗം. അപ്പോൾ അവിടെ ഹെവി ആയിട്ടുള്ളൊരു അപ്ലിക്കേഷൻ ഓഫ് ദ എക്സ്റ്റേണൽ എയ്ഡ് മെഡിസിൻ ആണ് നമ്മളവിടെ ചെയ്യുന്നത്. ഇപ്പോൾ എക്സ്റ്റേണൽ ആയുർവേദത്തിന്റെ ഒക്കെ അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നടക്കുന്ന അതാണ്, അകത്തുള്ള നീരിനെ വേഗം വലിച്ചെടുത്ത് കളയുമെന്ന് പറഞ്ഞു കേട്ടില്ലേ. അത് വലിച്ചു തന്നെയാണ്, വലിച്ചെടുത്ത് പുറത്തേക്ക് കളയുകയാണ്. അതേസമയം ഈ പുറമേ നിന്നുള്ള നീര് തിരിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ഈ സെൽസ് എല്ലാം തന്നെ പെട്ടെന്ന് വാട്ടർ കൊണ്ട് നിറഞ്ഞ് സ്വെല്ല് ചെയ്ത് അത് നശിച്ചു പോകും. അതാണ് നമ്മളിപ്പോൾ മരുന്നൊന്നും ചെയ്യാതിരുന്നാൽ സാധാരണ നമ്മുടെ ഒരു ടിഷ്യൂ ഡാമേജ് ആയാൽ സംഭവിക്കുന്നത്. നമ്മുടെ തൊലിയിൽ ഒരു ചതവ് പറ്റി എടുത്ത് കഴിയുമ്പോൾ അവിടെ ഒരു സാക്ക് ഫോം ചെയ്ത് അത് എക്സുഡേറ്റ് ചെയ്തു, പിന്നെ ആകെ ഡാമേജ് ആയി ആ സെൽസ് മുഴുവൻ ചെയ്ത് മൈഗ്രീനായി ഗാംഗ്രീനായി അത് ആവാൻ എക്സ്പെൽ ചെയ്ത് കളയാനേ പറ്റുള്ളൂ. അത് എന്തുകൊണ്ടാണ്? ഈ സിമ്പിൾ സാൾട്ട് കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. സാൾട്ട്, സോഡിയം ക്ലോറൈഡ് അങ്ങനെയുള്ളൊരു പ്രത്യേക ഈ ട്രാൻസിൻ്റെ എഫക്റ്റ് ഉള്ളതുകൊണ്ടാണ് ഈ ഓസ്മോസിസ് എന്ന് പറയുന്ന സീറസ് മെംബ്രെയിൻസിന് വാട്ടർ എക്സുഡേഷനെ ചെയ്യുന്നത് കൊണ്ട് സാക്സ് വഴി വാട്ടറിൻ്റെ ഈ ഒരു എക്സ്ചേഞ്ച് ഉള്ളിലേക്കും പുറത്തേക്കും ചെയ്യാൻ കഴിയും. അതാണ് ഈ സാൾട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആദ്യമേ ഞാൻ പറഞ്ഞു, ഏറ്റവും കൂടുതലായിട്ടും ഈ ഓസ്മോസിസ് എന്ന് പറയുന്ന ഓസ്മോട്ടിക് ബാലൻസ് അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ ഗ്രേഡിയൻസ് നിലനിർത്തി പോകുന്നു. ഇനി ഇറിറ്റേഷൻ ഓഫ് ഇത് മ്യൂക്കസ് മെംബ്രെയിനെയാണ് കൂടുതലായിട്ടും ബാധിക്കുന്നത്. അതുകൊണ്ട് മ്യൂക്കസ് ഡയറിയ റിസൾട്ട് ചെയ്യുന്നു. മ്യൂക്കസ് മെംബ്രെയിൻ ഓഫ് ദ ഇൻറ്റെസ്റ്റൈനിലാണ് വരുന്നതെങ്കിൽ അത് ഡയറിയ ആയിട്ട് സെറ്റ് ചെയ്യും. വാട്ടർ മൊത്തം എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്ത് വാട്ടർ മുഴുവൻ തിരിച്ചിങ്ങനെ എടുക്കുകയാണ്. ഇൻറ്റെസ്റ്റൈനിലുള്ള ബ്ലഡിലുള്ള വാട്ടർ മുഴുവൻ ഇതിലേക്ക് ഒഴുകി പോകുന്നു. അങ്ങനെ ഒരു ക്ലിയർ ആയിട്ടൊരു ഡയറിയ വരുന്നു.
Normal secretion of mucus is decreased if the mucus cells contain too little salt and mucin. ഈ മ്യൂസിനും മ്യൂക്കസ് സാൾട്സും കുറവായി പോകുന്നുവെങ്കിൽ നോർമൽ സെക്രീഷൻ ഓഫ് മ്യൂക്കസ് ഈസ് ഡിക്രീസ്ഡ്. മ്യൂക്കസ് സെക്രീഷൻ കുറഞ്ഞു പോകുന്നു, അപ്പോൾ ഡ്രൈ ആകുന്നു. അപ്പോൾ നാട്രമോറിന്റെ ഡ്രൈനെസ് അറിയാം, പക്ഷെ ഓയിലി ആയിട്ട് വരുന്ന പുറമേ ഉള്ളത് വാട്ടറി അല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഓയിൽ ഗ്രന്ഥികൾ കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നു. Natriumur in epithelial cells splits sodium and chlorine carried by carbonic acid through blood. Chlorine combines with hydrogen and dissolved in water and reaches in stomach as HCl, hydrochloric acid. Stomach hydrochloric acid stomach നമ്മുടെ gastric juice ഉണ്ടാകുന്ന hydrochloric acid പ്രൊഡക്ഷനിലും ഈ ക്ലോറിൻ മോളിക്യൂൾസ് പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഒരു റിവേഴ്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞത്. അതായത് എപ്പിത്തീരിയൽ സെൽസ് ഒന്ന് ഗ്യാസ്ട്രിക് ജ്യൂസസിലുള്ള എപ്പിത്തീരിയൽ സെൽസിൽ എന്ത് വരുന്നു, ക്ലോറിനും സോഡിയമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരുന്ന അയോൺസ് ബ്ലഡിൽ ആൾറെഡി ശ്വാസകോശത്തിൽ നിന്ന് കിട്ടുന്ന കാർബോണിക് ആസിഡ്, ബ്ലഡിൽ കലർന്നുകൊണ്ടിരിക്കുന്ന കാർബോണിക് ആസിഡിന്റെ ഏറ്റവും വലിയ ഉപയോഗങ്ങളാണ്. ഇന്നലെ ഞാൻ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഈ കാർബോണിക് ആസിഡ് നൈട്രജനുമായിട്ട് ചേർന്ന് കാർബോണിക് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ആയിട്ടാണ് ഈ ഇതിൽ വരുന്ന ഡെബ്രീസ് എല്ലാം പെട്ടെന്ന് ലിംഫാറ്റിക് വെസൽസ് വഴി നീക്കം ചെയ്യാൻ സഹായിക്കുന്നത്. അത് കൽക്കേറിയ ഫ്ലൂറിന്റെ ഒരു സ്വഭാവമാണ്. കൽക്കേറിയ ഫ്ലൂറിന്റെ പ്രധാന ആക്ഷൻ തന്നെ അതാണ്. ഈ ഇലാസ്റ്റിക് ഫൈബേഴ്സും ടഫായിട്ടുള്ള ഫൈബേഴ്സും പിന്നെ ബോണി എക്സോസ്റ്റോസിസ് ഇതൊക്കെ പോലും പെട്ടെന്ന് അരിഞ്ഞു പോകുന്നു. ഫൈബ്രോയിഡ്സ് ഇതെല്ലാം വേഗം അറിയുന്നതിനും അരിയും പക്ഷെ അറിയാം, അതിനുള്ള മരുന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതെങ്ങനെ വലിച്ചു കൊണ്ടുപോകും, അവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ മറ്റ് മെഡിസിൻസ് ഫെയിൽ ചെയ്യുന്നത്. പക്ഷെ അവിടെ നമ്മുടെ ഈ മെഡിസിൻസ് വളരെ നമുക്ക് ഒരു ലെവലല്ല. നമ്മളിപ്പോൾ ഒരു ടാർഗറ്റ് ഇപ്പോൾ ഒരു ഏരിയയിലേക്ക് ഒരു പ്രത്യേക സൈറ്റിലേക്ക് ഒരു മരുന്നിനെ പറഞ്ഞു കൊടുത്തു നിൽക്കുക, അത് അവിടെ ചെന്ന് വർക്കൊക്കെ ചെയ്ത് കമ്പ്യൂട്ടറൈസ് ചെയ്ത് അവിടെ ഇന്നുകൊണ്ട് ഓരോ വർക്ക് ചെയ്യുകയല്ല, മറ്റൊരു കമ്പ്യൂട്ടറിനെ അയച്ചിട്ട് അവൻ നീക്കം ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെ വരുന്നില്ല. ഒരൊറ്റ മരുന്ന് തന്നെ ഈ എല്ലാ ഫംഗ്ഷനും ചെയ്യുന്നുണ്ട്. കാരണം ഈ കോറിലേറ്റഡ് ആയിട്ട് പ്രകൃതിയാൽ തന്നെ രൂപപ്പെട്ടു വന്ന സാൾട്സ് ആണ് ബോഡിയിലുള്ളത്. ആ ബോഡിയിലുള്ള സാൾട്സ് അപ്പം ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ശരീരം നേരെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലായിട്ട് ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കും. അതാണ് ഫിസിയോളജിക്കോ കെമിക്കൽ ആക്ഷൻ എന്ന് പറയുന്നത്. അവിടെ ഫിസിയോളജിയിൽ ഈ കെമിക്കൽസിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ അതാണ്. എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വന്നതാണ്, പ്രകൃതിയാ തന്നെ എങ്ങനെ രൂപപ്പെട്ടു വന്നതാണ്. അവയ്ക്ക് ഇനി പുതിയ ഒന്നിന്റെ ആവശ്യമില്ല. ഒരു പുതിയ കെമിക്കൽ നമ്മൾ കടത്തിവിടുന്നത് എത്രമാത്രം രസികമാണ്, അല്ലെങ്കിൽ എന്ന് പറയാം, രസകരമല്ലാത്ത കാര്യം. അതേസമയം വളരെ റയറായിട്ടുള്ള വളരെ കെമിക്കൽസ് ആണ് ഈ സിന്തറ്റിക് ആയിട്ടുള്ളത്. ഇന്ന് നമ്മുടെ മോഡേൺ മെഡിസിനിൽ വളരെ അല്പം മതി. ഒരു ഡോസിന് ഇഞ്ചക്ഷനൊക്കെ കൊണ്ട് വളരെ കൂടുതലായിട്ട് ഇപ്പോൾ ക്ലോട്ടിനെ അലിക്കുന്നു, അല്ലെങ്കിൽ എല്ലാവരും അമേരിക്കയിൽ പോയി ചികിത്സിക്കുന്നു പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ഇന്ത്യയിൽ ഇല്ലാത്തത് കൊണ്ടുമല്ല. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഒരു ചികിത്സയുടെ ഭാഗത്തെ പറ്റി ഹോമിയോപ്പതി നമ്മൾ പറയുമ്പോൾ നമുക്കുണ്ട്. പക്ഷെ നമ്മളത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഇതിപ്പം പേഷ്യൻസ് വരുന്നു, നമ്മൾ മേടിച്ചിരിക്കുന്നു. ഈ 12 ടിഷ്യൂ സെൽസ് കൊണ്ട് എല്ലാ രോഗങ്ങളും ചികിത്സിക്കാമെന്ന് പറഞ്ഞ വ്യക്തിയാണ് ടൂസ്റ്റർ. അതിന് അദ്ദേഹത്തിന് പ്രധാനമായിട്ട് പറയുന്നതിന് കാരണം തന്നെ ഇതാണ്. ഈ ഒരു സാൾട്സ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ എല്ലായ്പ്പോഴും വർത്തിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ പ്രധാനമായിട്ടും ഇടപെടുന്നത് എന്നുള്ളതാണ്. അടുത്ത് നാട്രമോർ എപ്പിത്തീലിയൽ സെൽസിൽ ഞാൻ പറഞ്ഞു. ഇനി ഈ HCl-ന്റെ കാര്യം നമ്മൾക്ക് അറിയാം. ഗ്യാസ്ട്രിക് ജ്യൂസിലെ HCl വളരെ കൂടുതലായിട്ടും ഉള്ളതാണ്. Marked disturbance of the function of the salt blood serum may transduce into the stomach and vomiting and water brush. അപ്പോൾ ഇതിന്റെ സാൾട്ടിന്റെ ഡിഫക്റ്റും ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടീഷനിൽ ഈ സാൾട്ട് അവിടെ പ്രവർത്തിതമാകുന്നുണ്ട്. ആ പ്രവൃത്തിയിൽ ആ സാൾട്ടിനെ പങ്കുണ്ട്. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് മാർക്ക് ഡിസ്റ്റർബൻസ് ഓഫ് ദ ഫംഗ്ഷൻ ഓഫ് ദ സാൾട്ട് ബ്ലഡ് സീറം മേ ട്രാൻസ്യൂഡ് ഇൻ ടു ദ സ്റ്റൊമക് ആൻഡ് വോമിറ്റിംഗ് ആൻഡ് വാട്ടർ ബ്രാഷ് വിൽ റിസൾട്ട്. നമുക്കറിയാം, പെട്ടെന്ന് ഇങ്ങനെ വോമിറ്റ് കണ്ടമാനം ഉമിനീർ ഇങ്ങനെ ഉദിച്ചു വരികയും വളരെ കൂടുതലായിട്ട് വോമിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. എപ്പോഴാണ് ഈ സാൾട്ടിന്റെ ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. ഇഫ് ദ സാൾട്ട് ഈസ് ലാക്കിംഗ് എ പോർഷൻ ഓഫ് സെൽ ബിലോ ദ എപ്പിഡെർമിസ്, ദ പ്രോപ്പർ എമൗണ്ട് ഓഫ് വാട്ടർ കനോട്ട് ബി റിസീവ് ആൻഡ് ദ എപ്പിഡെർമിസ് റൈസസ് ഇൻ ബ്ലിസ്റ്റർ വിത്ത് ക്ലീൻ വാട്ടറി കണ്ടന്റ്. ഈ നാട്രമോറിന്റെ സിംറ്റംസിൽ നമ്മൾ എറപ്ഷൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം എന്താണ് വാട്ടറി കണ്ടന്റ് ആണ്.
ചെറിയ പാറ്റ്യൂൾസ് ആയിട്ട് വരുന്നേ ഉള്ളൂ. അത് വളരെ ചെറുതായിരിക്കും. നല്ലൊരു നേരിയ ദൂരത്തിലൊരു ഒരു ഫംഗൽ എന്തോ ഒരു സ്നോ വിതറിയ പോലുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ആറ്റൻഡോറിന്റെ സാൾട്ടി ആയിട്ടുള്ള ആ ഒരു ഷെയ്ഡായിട്ടുള്ള ഒരു ഇറക്ഷനാണ്. ത്രൂ ഔട്ട് കാണുകയും ചെയ്യും, കുറേ കൂടുതലായിട്ട് കാണും. അതിൽ വാട്ടറിന്റെ ഒരു ചെറിയ പോർഷനാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ പുറത്തേക്ക് തള്ളി വരുന്നത്. ഇൻക്രീസ്ഡ് ഡിഫറെന്റ് പ്ലേസസ് സെക്രീഷൻ എയ്തർ ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ്. ചില സ്ഥലങ്ങളിലെ സ്കിന്നിലാണെങ്കിൽ സെക്രീഷൻ കൂടുതലായിട്ട് കാണും, മറ്റ് ചില ഭാഗങ്ങളിൽ സെക്രീഷൻസ് കുറവായിരിക്കും. മൂക്കസ് മെമ്പറൈൻസിൽ ജലദോഷത്തിന് വരുന്ന മൂക്കിൽ നിന്ന് വരുന്ന സെക്രീഷനിൽ കൂടുതലായിട്ട് സാൾട്ട് കണ്ടിട്ടുണ്ടല്ലോ, അറിയാമല്ലോ. എന്നാൽ അതുപോലെ ഇപ്പോൾ ത്വക്കിൽ വരുന്ന ഈ സ്കിന്നിന്റെ ഒരുമാതിരി സ്കർഫി ആയിട്ടുള്ള ആ ഒരു എറപ്ഷൻസിൽ സാൾട്ട് ഉണ്ടോ എന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടോ? ഇല്ല. യഥാർത്ഥത്തിൽ ഇത് ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ സോഡിയവും ക്ലോറിനും എന്നുള്ള ലെവലിൽ തന്നെ കൂടുതലായിട്ട് വർത്തിക്കുന്നതിന്റെ വേറൊരു ഉദാഹരണമാണ് ഈ HCl ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ളത്. HCl hyper exuded alkaline mucus from the superficial epithelium of the mucous membrane of the stomach occurs. Here the diluted HCl മാത്രം മതി. ഇപ്പൊ HCl കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ ആ ഡൈല്യൂട്ടഡ് HCl കൊണ്ട് തന്നെ എപ്പിത്തീരിയം സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ളത് ഒരുമാതിരി പാലിയേറ്റ് ചെയ്ത് പോകും. എന്നാൽ സോഡിയം ക്ലോറൈഡ് കൂടി ഉണ്ടെങ്കിൽ ആ ക്ലോറിന്റെ അയോൺസ് കൂടുതലായിട്ട് വരുന്നതുകൊണ്ട് വേഗം തന്നെ ഈ എപ്പിത്തീരിയത്തിൽ വരുന്ന സ്റ്റൊമക്കിൽ വരുന്ന എപ്പിത്തീരിയത്തിൽ വരുന്ന ഡിസ്റ്റർബൻസ് കറക്റ്റ് ചെയ്യുന്നതാണ്. വിച്ച് ആർ ഫൗണ്ട് ഇൻ നറിഷിംഗ് ഫ്ലൂയിഡ് ഓഫ് ദ എപ്പിത്തീരിയൽ സെൽസ് ഓഫ് ദ പെപ്റ്റിക് ഗ്ലാൻഡ്സ് ക്യാൻ ബി ക്യൂർഡ്. അങ്ങനെ ഈ ഗ്യാസ്ട്രിക് ജ്യൂസ് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് കംപ്ലൈൻസിൽ ഇത് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ എന്താണ് സാൾട്ട് ഈറ്റിംഗ്? കൂടുതൽ സാൾട്ട് കഴിക്കുന്നതുകൊണ്ടുള്ള തിക്കണിങ് ആൻഡ് പാർഷ്യൽ പാരാലിസിസ് ഓഫ് വോക്കൽ കോഡ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വോക്കൽ കോഡ്സ്, സോർ ത്രോട്ട് ആൻഡ് ഇൻഫ്ലുവൻസ, കൊറൈസ, ഇതിലെല്ലാം ഈ എക്സസീവ് സാൾട്ട് ഈറ്റിംഗ് വഴി ഡെപ്പോസിറ്റ് ചെയ്യുന്ന സിംറ്റംസ് ആണ്. Pale waxy color with the dryness of the cuticle, which yet perspires too freely upon exertion. സാലോ അപ്പിയറൻസ്. സാലോ അപ്പിയറൻസ് എന്ന് പറയുന്നത് തന്നെ വളരെ ക്ഷീണിതമായിട്ടുള്ള ഒരു ഒട്ടും തന്നെ ഹെൽത്തി അല്ലാത്ത ഡൾ യെല്ലോ ഗ്രേയിഷ് കോംപ്ലക്ഷനെയാണ് സാലോ എന്ന് പറയുന്നത്. പിന്നെ ഇൻസെസന്റ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ്, തേഴ്സ്റ്റും ഇതിന് പറയുന്നുണ്ട്. കോൺസ്റ്റിപ്പേഷൻ ഓർ ക്രോണിക് ഡയറിയ രണ്ടും വരാം. അപ്പോൾ സാൾട്ട് ലോ ആയിട്ട് ഈ എപ്പിത്തീരിയൽ സെൽസിലാണ് വരുന്നതെങ്കിൽ എന്ത് പറ്റുന്നു? ഈ സാൾട്ട്സിന്റെ വാട്ടർ കൂടുതലായിട്ട് എക്സ്ട്രാവാസേറ്റ് ചെയ്ത് സ്റ്റൊമക്കിന്റെ ഇൻറ്റിമയിൽ നിന്ന് വാട്ടർ ബ്ലഡ് വഴി കണ്ടമാനം വാട്ടർ ആ ഡയറി ആയിട്ട് വരുന്നു. എന്നാൽ കുറച്ചുകൂടെ ഡീപ്പായിട്ടാണെങ്കിൽ എവിടെ നിന്ന് മ്യൂക്കസ് സെൽസിനെയാണ് ബാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സാൾട്ട് അത് കോൺസ്റ്റിപ്പേഷനിൽ ഡെവലപ്പ് ചെയ്യുന്നത്. വാട്ടർ അകത്തേക്ക് വരുന്നില്ല, മറിച്ച് സ്വെല്ലിങ്സ് വന്നിട്ട് കോൺസ്റ്റിപ്പേഷൻ വരുന്നു. യഥാർത്ഥം നമ്മൾ വിചാരിക്കുന്ന കോൺസ്റ്റിപ്പേഷന്റെ യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്വെല്ലിംഗ് ആണ്. ഈ ഇൻറ്റസ്റ്റൈൻ കുറച്ചുകൂടി ലൂസായി പോകുന്നു. എപ്പോഴും ടൈറ്റ് ആയിരിക്കേണ്ട ലിൻറ്റിമ എന്ന് പറയുന്നത് വീക്ക് ഇതിന്റെ പെരിസ്റ്റാൽറ്റിക് മൂവ്മെന്റ്സ് വീക്ക് ആവുകയും ലാർജ് ഇൻറ്റസ്റ്റൈനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ആകാവുന്നതാണ്. കാര്യം ഈ സാൾട്ട്സ് എല്ലാം ചെന്ന് അടിയുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈനിലാണ്. ഈ സാൾട്ട്സ് എല്ലാം അബ്സോർബ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സാൾട്ട്സ് ഏറെക്കുറെ അബ്സോർബ് ചെയ്യുന്നതെല്ലാം ലാർജ് ഇൻറ്റസ്റ്റൈനിലാണ്. നമ്മുടെ ഈ ബയോകെമിക്സ് ഉൾപ്പെടെ നമ്മൾ കഴിക്കുന്ന ഏത് സാൾട്ടും ഫുഡിൽ നിന്ന് നമുക്ക് വലിച്ചെടുക്കുന്ന വെള്ളവും സാൾട്ടും വലിച്ചെടുക്കുന്നത് ശരിക്കും വൻകുടലിൽ വെച്ചാണ്. ചെറുകുടലിൽ വെച്ച് എടുക്കുന്ന 1-2 എലിമെന്റ്സ് ഉണ്ട്. ഇപ്പോൾ അയൺ ഉണ്ട്, അപ്പോൾ അയഡിൻ ഉണ്ട്, അതേപോലെ 2-3 എലിമെന്റ്സ് മാത്രമേ ഈ ചെറിയ ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട്, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് എടുക്കുന്നത്. വൻകുടലാണ്. അതേസമയം അവിടെ എന്താണ് വേസ്റ്റ് മെറ്റീരിയലായിട്ട് എത്തിയിരിക്കുന്ന പദാർത്ഥങ്ങളാണ്. ആ വേസ്റ്റ് മെറ്റീരിയൽ നിന്നാണ് കൂടുതലായിട്ട്. ഇപ്പോൾ കോൺസ്റ്റിപ്പേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് വളരെ ഹെൽത്തി ആയിട്ടും നല്ല സുഖമാണ്. ഈ കാൽക്കറിയ പേഷ്യൻറ്റിന്റെ പ്രത്യേകതയാണ്. അതേസമയം നാട്രൽ സെൽഫ് ആണെങ്കിൽ എപ്പോഴും ഇത് പൊയ്ക്കൊണ്ടിരുന്നാൽ നല്ല സുഖമാണ്. എപ്പോഴും മലം ക്ലിയർ ആണോ ആ പുള്ളിക്ക് വളരെ സുഖമാണ്. നാട്രൽ സെൽഫ് അതെന്തുകൊണ്ടാണ്? ഈ വാട്ടറാണ് അവിടെ ഇതിന്റെ പ്രധാന കാര്യമാണ്. കൽക്കേറിയ വാട്ടറിനെ പിടിച്ചു വയ്ക്കും. നാട്രൽ സെൽഫ് അങ്ങനെയല്ല, വാട്ടറിന്റെ ഇൻബാലൻസ് ഉണ്ട്. ഇപ്പൊ നാട്രം സെൽഫ് ഇരിക്കും. ഈ നാട്രൽ സെൽഫിന്റെ ഒരു ഇത് നമുക്ക് അടുത്ത് തന്നെ പറയാം. ഈ വാട്ടറുമായിട്ട് വരുന്ന ഏറ്റവും കൂടുതൽ വരുന്ന നാട്രം ന്യൂറലിനേക്കാൾ നാട്രൽ സെൽഫാണ്. അബ്നോർമൽ ആപ്പറ്റൈറ്റ് ഉണ്ട്. ഇൻസെസന്റ് തേഴ്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അൺകൊഞ്ചബിൾ എന്ന് പറയുന്നത് കൊണ്ട് ഇൻസെസന്റ് എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷന് വരുമ്പോഴുള്ളത്, ഡയബറ്റീസിന് വരുന്നത്, അങ്ങനെയൊക്കെ ഉള്ള തേഴ്സ്റ്റാണ്. ഡയബറ്റീസ് പേഷ്യൻസിന് പിന്നെ ഡീഹൈഡ്രേഷൻ വഴി ഉണ്ടാകുന്ന അത്രയും തരത്തിലുള്ള
തീരെയും ഇല്ലാത്ത ഒരു അവസ്ഥ വരുന്ന തേസ്റ്റ്, അതുപോലെ തോന്നുന്ന തേസ്റ്റാണ് നാട്രം. കാരണം അവിടെ ആ പരലുകൾക്ക് ശരിക്കും പറഞ്ഞാൽ തേസ്റ്റ് കാരണം സാൾട്ടിനെ വാട്ടറിനെ പിടിച്ചു വയ്ക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. പ്ലിത്തോറ ആൻഡ് കോർപ്പുലൻസ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ പ്ലിത്തോറ നമുക്കറിയാം, ഒരു ആളിനെ സംബന്ധിച്ചിടത്തോളം എന്താ പ്ലിത്തോറ? പൊണ്ണത്തടി. കോർപ്പുലന്റ് ആയിട്ടുള്ള പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ പൊണ്ണത്തടി എന്നാണ്. പൊണ്ണത്തടി നമുക്കറിയാം പ്ലിത്തോറ. പിന്നെ കോർപ്പുലന്റ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, വളരെ വണ്ണം കൂടി ഒരു ആയിട്ടുള്ള ഒരു. പിന്നെ റിട്ടാർഡഡ് എൻഡോസ്മോസിസ് ആൻഡ് എക്സോസ്മോസിസ് ഞാൻ നേരത്തെ പറഞ്ഞു. എൻഡോസ്മോസിസ് എന്ന് പറയുന്നത് സെൽസിനകത്ത്, പിന്നെ എക്സോസ്മോസിസ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് തള്ളിയിട്ട് സാക്കുലർ ആയിട്ടുള്ള ചെറിയ റിഫ്ലക്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വരുന്നതാണ്. തിന്നിങ് ഓഫ് ദ ബ്ലഡ്, സ്ലോ സർക്കുലേഷൻ ആൻഡ് ലോവർ ടെമ്പറേച്ചർ, കോൺസ്റ്റന്റ് ഫീലിംഗ് ഓഫ് കോൾഡ്നെസ് എസ്പെഷ്യലി ഡൗൺ ദ ബാക്ക്, ഡാൻഡ്രഫ്, ക്യൂട്ടാനിയസ് അഫെക്ഷൻസ്, ഡെപ്പോസിറ്റ്സ് ആൻഡ് ആബ്സസ്, ഇറിറ്റേറ്റിംഗ് പാപ്പുലർ റാഷൻസ്, ഇതെല്ലാം നാട്രമൂറിന്റെ സിംറ്റംസ് ആണ്. Natriumur promotes the activity of tissue change and increases the excretion of urea. Hence, it is used in scrofulous ആയിട്ടുള്ള പേഷ്യൻസിനെ അഫക്റ്റിംഗ് ഗ്ലാൻസിലും ബവൽസിലും വരുന്ന സ്കിന്നിലും വരുന്ന അഫക്ഷൻസിനൊക്കെ നാട്രിമൂർ ഉപയോഗിക്കുന്നു. ലിംഫാറ്റിക് സിസ്റ്റത്തിലെ മ്യൂക്കസ് ലൈനിങ്, ഇൻറ്റസ്റ്റിനൽ ട്രാക്ട്, ലിവർ, സ്പ്ലീൻ, ഇതിലെല്ലാം നാട്രിമൂറിന് ആക്ഷൻ ഉണ്ട്. ബ്ലഡ് വെസൽസിനെ വൈറ്റൽ ഫ്ലൂയിഡ്സിനെയും ഇത് ഡിറ്റീറിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഗിവിംഗ് റൈസ് ടു ഇൻഫ്ലമേഷൻ, ഗോയിങ് ടു അൾസറേഷൻ ആൻഡ് പ്രൊഡ്യൂസിങ് ഡിസ്റ്റിങ്ക്റ്റ് ഡിസ്ക്രേഷ്യ. ഈ ഡിസ്റ്റിങ്ക്റ്റ് ഡിസ്ക്രേഷ്യ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒരിടത്ത് തന്നെ പർട്ടിക്കുലർ സൈറ്റുകളിൽ തന്നെ വലിഞ്ഞുകൂടുന്നതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അവിടെ നീര് വലിഞ്ഞുകൂടിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കംപ്ലൈന്റ് നാട്രിമൂറാണ് അവിടെ കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നത്. അതാണ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഡിസ്ക്രേഷ്യ. സൈലീഷയുടെ കാര്യം പറഞ്ഞു സറൗണ്ട് ചെയ്ത് ആ ഏരിയയിൽ പർട്ടിക്കുലർ ആയിട്ട് തന്നെ ഒരു ആക്ഷൻ ഉള്ളതാണ് സൈലീഷ്യ. അതേപോലുള്ള ഒരു സിംറ്റമാണിത്. ഡിമിനിഷ്ഡ് സെക്രീഷൻസ് ഓഫ് എനി പാർട്ട് ഓഫ് ദ ബോഡി, സാൾട്ടി ടെസ്റ്റ്, ഇതെല്ലാം ഈ നാട്രിമൂറിന്റെ പ്രത്യേകതയാണ്. ലിയോൺ റോസൻബർഗ് ഇത് കുറേ ഒരു ടെക്സ്റ്റിൽ നിന്ന് എടുത്തതാണ്. സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് 5 മുതൽ 8 ഗ്രാം 6% സൊല്യൂഷൻ പെട്ടെന്ന് സഡൻ കൊലാപ്സ് ആണെങ്കിൽ കൊടുക്കാവുന്നതാണ് ഇഞ്ചക്ഷൻ IV. 5 മുതൽ 8 ഗ്രാം 6% സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്. നമ്മളിപ്പോൾ സലൈൻ കൊണ്ടുവെക്കുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാ ഹോസ്പിറ്റലുകളിലും ഈ IV ഡെക്സ്ട്രോസ് സലൈൻ, ഡെക്സ്ട്രോസ് കൂടി ചേർത്ത് സലൈൻ കൊടുക്കുന്നുണ്ട്. ധാരാളമായിട്ടൊന്ന് സലൈൻ ഉപയോഗിക്കുന്നുണ്ട്. ഐസോസലൈൻ 0.9%. ഇവിടെ 5 to 8 ഗ്രാം ആണ്. 5 to 8 grams at once and then 1 to 2 grams daily. Paralysis of the heart muscles from any acute disease. ഏത് കണ്ടീഷനിലും അക്യൂട്ട് ഡിസീസ് വഴി ഉണ്ടാകുന്ന ഹാർട്ടിന്റെ പാരാലിസിസിന് 5 മുതൽ 8 ഗ്രാം. ഹൈ ഇൻടേക്ക് ഇൻ ദ സിസ്റ്റം, ടിഷ്യൂ സെൽ സഫർ ഫ്രം എ മോളിക്കുലർ ഡെഫിഷ്യൻസി. ഇവിടെയാണ് ഈ ടിഷ്യൂ സാൾസിന്റെ മറ്റൊരു സ്വഭാവമാണ് ഈ പറയുന്നത്. ധാരാളമായിട്ട് സാൾട്ട് ഉള്ളിൽ എടുക്കുന്നവർക്ക് ഈ മോളിക്കുലർ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നു. അങ്ങനെ ഈ ഫങ്ഷൻസ് പെട്ടെന്ന് സസ്പെൻഡ് ആവുകയും സീറസ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ഇന്റർസെല്ലുലാർ സ്പേസിൽ നിറയുകയും ചെയ്യും. കാരണം എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ ഈ സാൾട്ടിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഈക്വലൈസ് ചെയ്യാൻ, ആ ഓസ്മോട്ടിക് ബാരിയർ ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു വാട്ടർ പെട്ടെന്ന് എക്സ്ട്രാ വാസേറ്റ് ചെയ്ത് സെല്ലുലാർ. അങ്ങനെയാണ് ഓർഗാനിസം അങ്ങനെ പെട്ടെന്ന് തന്നെ എക്സ്യൂഡ് ചെയ്ത് വരുന്ന ആ വാട്ടർ കാരണം പെട്ടെന്ന് സെല്ല് ചെയ്തിട്ട് നീര് എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത്. എങ്ങനെയാണ് എമൗണ്ട് ഓഫ് യൂറിൻ കൂടുതലായിട്ട് കണ്ടെയ്നിങ് ലാർജ് എമൗണ്ട് ഓഫ് യൂറിൻ എക്സുലേഷൻ, യൂറിനിൽ ധാരാളമായിട്ട് സാൾട്ട് വരിക, അൺഏബിൾ ടു ആൻഡ് അതർ സാൾട്ട്സ്, ലാർജ് മറ്റ് സാൾട്ട്സിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ സാധിക്കാതെ വരിക, ഇങ്ങനെയെല്ലാം ഉണ്ടാകുന്നു. ഡോക്ടറെ നമുക്കിനി 1 മിനിറ്റേ ഉള്ളൂ. ഉണ്ട്. എന്ന് പറഞ്ഞു നിർത്താം. സോഡിയം ക്ലോറൈഡ് ട്രൈച്ചുറേഷൻ പ്രോസസ്സിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്കറിയാം സെൽസും കണക്റ്റീവ് ടിഷ്യൂയും ഡിവിഷൻ ആൻഡ് സബ് ഡിവിഷൻ ഇൻടു ന്യൂ സെൽസ്, ഫോർമേഷൻ ഓഫ് സെൽസ്, ഇന്റർസെല്ലുലാർ സ്പേസിലെ വാട്ടറിന്റെ റിട്ടൻഷനിൽ വരുന്ന സ്റ്റെബിലിറ്റി, ഇതെല്ലാം കീപ്പ് ചെയ്യുന്നതിന് ത്രൂ ഔട്ടായിട്ട് ഈ സാൾട്ട് പ്രയോഗിക്കുന്നു. പിന്നെ ഡെഫിഷ്യൻസി ഇൻ വൺ പാർട്ട് ഈസ് ഡ്രൈനെസ്, എക്സസ് ഈസ് എക്സുലേഷൻ. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഡ്രൈനെസ് വരുന്നത് വാട്ടർ ഡയറിയ വന്നിട്ട് പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്നത് പോലെ വെള്ളം ചോർന്ന് പോയിട്ട് ഡ്രൈ ആവുന്നു. എക്സസ് ആയിട്ട് വരുന്നെങ്കിൽ അവിടെ എക്സുലേഷൻ വന്നിട്ട് ഒരു മ്യൂക്കസ് എക്സുലേഷൻ ഉണ്ടാകുന്നു. Fluid normally in equilibrium. The fluid disturbances as a part concerned it regulated such fluids are molecular as by a molecular dose. ഈ ചെറിയ മോളിക്കുലർ ഡോസിൽ ഇത് അപ്ലൈ ചെയ്താൽ
ഇത് നമുക്ക് കറക്റ്റബിൾ ആണ് എന്നുള്ളതാണ് ഈ സാൾട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പൊതുവെ പറഞ്ഞാല് ഇപ്പൊ ഡെഫിഷ്യൻസി ആണോ എക്സസ് ആണോ എന്നത് നമുക്ക് രണ്ടുമുണ്ട് ചില ഭാഗങ്ങളിൽ. കാരണം ഇവ അയോണിക് ആയിട്ട് ഇവയുടെ പ്രവർത്തനം തന്നെ അങ്ങനെയാണ്. ഇപ്പൊ ഒരു ബയോ ലെവലിലല്ല ഈ സാൾട്ട്സ് പ്രയോഗിക്കുന്നത്. ബയോകെമിക്കലുകളെല്ലാം ഡ്യുവൽ ആക്ഷനാണ്. എല്ലാ സാൾട്ട്സ് എടുത്ത് നോക്കിയത് അയോൺസ് ആണ്. അപ്പോൾ ഡ്യുവൽ ആക്ഷനെ ആയിരിക്കാം ഈ മോളിക്കുലർ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത്. ഞാൻ എന്തായാലും ഈ ക്ലാസ് ഞാൻ ആറ്റംനൂറിന്റെ ക്ലാസ് കൊടുത്തിരുന്നു. ഇവിടെ വെച്ച് തൽക്കാലം നമുക്ക് നിർത്താം. അടുത്ത് ഇനിയിപ്പോൾ എന്തായാലും ഒരു ക്ലാസ് കൂടി വേണ്ടി വരും. നന്ദി ഡോക്ടറെ. നമുക്ക് ഇനി സമയം കഴിഞ്ഞു പോയിട്ട് നമുക്ക് ഡിസ്കഷന് സമയം ഇല്ല എങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് അഡ്രസ് ചെയ്യാം. 1 മിനിറ്റ്. എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ ഡോക്ടറോട് സംശയം ചോദിക്കാം. പീതാംബരൻ സാറുണ്ടോ? പീതാംബരൻ ഡോക്ടറുണ്ടോ? ആർക്കും ചോദിക്കാൻ സംശയം വരാവുന്ന രീതിയിലല്ല സാർ ഡോക്ടർ അതുപോലെ വിശദമായിട്ടാണ് ക്ലാസ് തരുന്നത്. കാരണം നമ്മൾ ആരും ചിന്തിക്കാത്ത രീതിയിൽ അതിനപ്പുറത്തേക്കാണ് സാറിൻ്റെ ക്ലാസ് നമുക്ക് കിട്ടുന്നത്. എന്തായാലും ഈ നാട്രമോണിനെ കുറിച്ചും വളരെ നല്ലൊരു ക്ലാസ്സാണ് ഇപ്പോൾ സാർ എടുത്തത്. അതുകൊണ്ട് പ്രത്യേകിച്ച് സംശയിക്കാനൊന്നും ഇല്ല. പീതാംബരൻ ഡോക്ടർ, പീതാംബരൻ ഡോക്ടർ ഉണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. ഏതായാലും നമുക്ക് സമയം പോയതുകൊണ്ട് ഇവിടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഷൂസ്ലറുടെ ടിഷ്യൂ ലവണങ്ങളുടെ ചില ശരീരശാസ്ത്ര രാസിക പ്രവർത്തനങ്ങൾ എന്ന വിഷയത്തിൽ വളരെ നല്ലൊരു ക്ലാസ്സാണ് സാർ ഇന്ന് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി ക്ലാസ്സുമായിട്ട് വീണ്ടും ഡോക്ടറെ എത്രയും വേഗം എത്തണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇത് സ്ക്രീൻ ഷെയറിംഗ് അങ്ങ് മാറ്റാമോ സാറേ? സ്ക്രീൻ ഷെയറിംഗ് മാറ്റാമോ? ഇത്രയും നല്ല ക്ലാസ് എടുത്ത് നമുക്ക് സഹായിക്കുന്ന ഡോക്ടർക്ക് പ്രത്യേകം സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇപ്പം ശരിയായി. എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മുടെ 1894 പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. സാർ ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് എത്രയും വേഗം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ നമ്മളുടെ സൂം ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി.